ശിവായ. ഓം നമ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. ഹാലാസ്യനാഥ ശംഭോ പരഹൃദ ഭക്താപരാധ ഭവത്വം ശംഭോ 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 ശംഭോ. അഹമപി തവ താം പാദാംബുജ ചരണത്വം പാഹി മാം മഹേശാനാം കദംബകാന്തകാന്താര കൽപ്പിതേന്ദ്ര വിമാനക ശംഭോ 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 ശംഭോ. ക്ഷമസ്വ സമസ്താപരാധാൻ കൃതാൻ അജ്ഞാനത പ്രഭോ ശംഭോ ശംഭോ. മീനാക്ഷി സുന്ദരേശ്വരന്മാരുടെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ കോടി കോടി പ്രണാമമർപ്പിച്ചുകൊണ്ട് ആദി ഗുരു ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ പാദങ്ങൾ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശിവോഹം പരിപാടിയിലേക്ക് കടക്കാം. ശ്രീഹാലാസ്യ മഹാത്മ്യത്തിൻ്റെ ആദ്യത്തെ 2 ലീലകൾ നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടത് ദേവേന്ദ്രൻ്റെ അഹങ്കാരമാണ്. ദേവേന്ദ്രൻ്റെ അഹങ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ ദേവേന്ദ്രൻ എന്ന ആ ഒരു തത്വം റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മളുടെ സ്വന്തം അഹങ്കാര തത്വത്തെയാണ്. അഹങ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വിചാരിക്കും, ഓ ഞാൻ വലിയ ആളാണെന്നുള്ള വിചാരം, അല്ലെങ്കിൽ നീ ചെറിയ ആളാണെന്ന് വിചാരം. അതല്ല. അഹങ്കാരം എന്ന് പറയുക, ഈഗോ എന്നുള്ള പദം ശരിക്ക് ഓവർ യൂസ്ഡ് ആണ്. അതുകൊണ്ട് ആ ഒരു പദം നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടം ഇതിന് പകരം യൂസ് ചെയ്യാനുള്ള വേർഡ് വ്യക്തിവേഷം എന്നാണ്. നമ്മൾ ഓരോരുത്തരും പല പല വേഷങ്ങൾ എന്ന് പറയുന്ന ഒരു മോശം കാര്യമല്ല. നമ്മൾ ദ റോൾസ് ദാറ്റ് വി പ്ലേ ഇൻ ലൈഫ്, ആ വേഷങ്ങൾ ചില സമയത്ത് കുറച്ചൊരു ഓവർ പവറിങ് ആയി മാറും. അത് ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുക. നമ്മൾ ചെയ്യേണ്ട വേഷം. ഇപ്പം നമ്മുടെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ നായകൻ അത് ചെയ്യേണ്ട എത്ര ചെയ്യണം, എവിടെ എത്ര ചെയ്യണം എന്നുള്ള കൃത്യമായ കണക്കുണ്ടാവും. നമ്മളുടെ ലാലേട്ടൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ നോക്കാം, നമുക്ക് ഓരോ സീനിലും എത്ര ചെയ്യണം എന്ന് അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ അത്രേ വേണ്ടൂ, അല്ലേ? അപ്പോൾ പല മൂവീസിലും നമ്മൾ കാണാം ചില ആക്ടേഴ്സ് ഓവർ ആക്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ജീവിതത്തിൽ ഈ കളിക്കുന്ന വേഷങ്ങൾ, എടുക്കുന്ന വേഷങ്ങൾ, നമ്മൾ എടുക്കാൻ നിർബന്ധിതരായിട്ടുള്ള വേഷങ്ങളാണിത്. നമ്മൾ വേണ്ടി ജനിക്കുമ്പോൾ തന്നെ ഇന്ന വേഷങ്ങളൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടില്ല. ഓരോ വേഷങ്ങളും നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ വേഷങ്ങളും, അതാണ് ഞാനിവിടെ അഹങ്കാര തത്വം എന്ന് സൂചിപ്പിച്ചത്. അത് ആ വേഷങ്ങളിലുള്ള ഓവർ പവറിങ്. ഇതൊക്കെ എവിടെന്നാ വരുന്നത്? ഈ അമിതമായിട്ടുള്ള ഈ വേഷം എങ്ങനെ വരുന്നു? ഞാൻ ഈ ശരീരം മാത്രമാണ് എന്നുള്ള അജ്ഞാനത്തിൽ നിന്നാണ് അത് വരുന്നത്. അപ്പോൾ അജ്ഞാനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതല്ല സത്യം. അപ്പോൾ നമ്മൾ അല്പം രാഗദ്വേഷങ്ങളും ഒക്കെ അകറ്റി നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ മുകളിലൊക്കെ ഒരു കൺട്രോൾ വന്നു, നമ്മുടെ ജീവിതം ഒരു ഭഗവതർപ്പണമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആചാര്യന്മാർ പറഞ്ഞു തരുന്ന ആ സത്യം, തത്വമസി, നീ എവിടെയും അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അത് നിന്നിൽ തന്നെയുണ്ട്, നിന്നിലെ ബോധമായിരിക്കുന്നു. ശിവൻ എവിടെയാണ്? നമ്മുടെ ഉള്ളിലാണ്. ബോധസ്വരൂപമായി, ബ്രഹ്മസ്വരൂപമായി നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അഹമഹമിതി ഹൃദയകുഹരമധ്യേ എന്ന് തുടങ്ങുന്ന ശ്ലോകം ശ്രീ രമണ മഹർഷി ചൊല്ലിയ ആ ശ്ലോകത്തിൽ
അഹമഹമിതി എന്ന് ഓരോ നിമിഷവും മുഴങ്ങിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ കേൾക്കുന്നുണ്ട്. ഇതാരെയും മുഴക്കുന്നത്? ശിവനല്ലാതെ ഇവിടെ ആരാ ഉള്ളത്? എങ്ങും നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ ഈ നിമിഷം നിങ്ങളൊന്ന് ചുറ്റും നോക്കൂ. നിങ്ങളുടെ റൂമിൽ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് വെച്ചാൽ ചുറ്റും ഒന്ന് നോക്കൂ. കാണുന്നതെല്ലാം അതിൻ്റെ പേരുകൾ മാറ്റി ഒരു നിമിഷം നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ? ലെറ്റ്സ് ഡു ദാറ്റ്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. ഇന്നത്തെ ശിവോഹം നമുക്ക് ദൂരത്തുനിന്നൊന്നുമല്ല തുടങ്ങുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്തിൻ. നമ്മുടെ ഉള്ളിലേക്ക് നോക്കാം. നമുക്ക് ചുറ്റും നോക്കൂ. കാണുന്നതെല്ലാം ഒരു നിമിഷം അതിൻ്റെ പേരുകളും അതിനെ പറ്റിയുള്ള മെമ്മറീസും എല്ലാം മാറ്റി വെച്ച് വെറുതെ ഒന്ന് നോക്കൂ. കാണുന്ന ഓബ്ജക്ട്സ് മുഴുവനും ഇതെല്ലാം ശിവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെൻ യു ആക്സെപ്റ്റ് ദാറ്റ്? അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ യു ആർ എൻലൈറ്റൻഡ്. അതിൻ്റെ മുകളിലേക്ക് ഒന്നുമില്ല അറിയാൻ. ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ എങ്കിൽ മാത്രമേ. എന്താണ് ഗോഡ്? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഗോഡ്? ദൈവം എന്ന ആ പദത്തിൻ്റെ നിർവചനം എന്താണ്? എങ്ങും നിറഞ്ഞു നിൽക്കുന്നു. അതാണ് ഫസ്റ്റ് വൺ അല്ലേ? എങ്ങും നിറഞ്ഞു നിൽക്കുന്നു. ഇനി അതിൽ കൂടുതൽ ഡെഫിനിഷൻ വേണോ? എങ്ങും നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അതല്ലാതെ വേറെ എന്താ ഉണ്ടാവാൻ പറ്റുക? നമ്മൾ ഈ വെള്ളത്തിനുള്ളിൽ കിടക്കുന്ന മത്സ്യങ്ങളെ പോലെ വെള്ളം എവിടെ എന്ന് തേടി നടക്കുകയാണ്. ഒരുപാടൊന്നും പഠിക്കണ്ട. നിങ്ങൾ തേടുന്ന സാധനം നിങ്ങളുടെ നട്ടലിൻ്റെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ശ്വാസത്തിൻ്റെ ഉള്ളിലുണ്ട്. ഓരോ ശ്വാസത്തിൻ്റെയും ആ പോസിൽ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തിൻ്റെയും പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിൻ്റെയും ഇടയിലിരിക്കുന്നുണ്ട് ഭഗവാൻ. അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്നെ ഞാനായി എനിക്ക് അംഗീകരിക്കാൻ പറ്റുമോ? യെസ്, ദാറ്റ് ഈസ് ശിവോഹം. അവിടെ വരുന്നു ശിവോഹം. അതിലപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പം അതാണ് ശങ്കരാചാര്യ സ്വാമികൾ പാടിയത്. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഈ സംശയങ്ങൾ ഞാനല്ല എന്നുള്ള സംശയം, ഞാനല്ല, എനിക്ക് ഇവിടെയൊക്കെ പോയാൽ എനിക്കിത് കിട്ടും, ഇന്നതൊക്കെ സാധനങ്ങൾ ചെയ്ത് കിട്ടും, അല്ല, ഇതൊന്നും ചെയ്തിട്ട് കിട്ടുന്ന ഒരു സാധനമല്ല ഇത്. ഓൾറെഡി വിത്തിൻ. അതുകൊണ്ട് നമ്മൾ ശാന്തരായി ഈ ഒരു ഉള്ളിലേക്ക് നോക്കിയിട്ട് നമുക്കിത് കേട്ട് കഴിഞ്ഞാൽ ദിസ് ഈസ് എൻ ഇൻവിറ്റേഷൻ ഫോർ യു. നിങ്ങൾക്കുള്ള ഒരു ഇൻവിറ്റേഷനാണ് ഭഗവാന്റെ. വരൂ. നിങ്ങൾക്ക് ഭഗവാനെ എത്ര വേണമെന്ന് ആഗ്രഹിക്കുന്നോ അതിൻ്റെ ഒരു 100 ഇരട്ടി ഭഗവാന് നിങ്ങളെ വേണം. നിങ്ങളെ ഭഗവാനെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഭഗവാനെ നോക്കാതെ മറ്റെവിടെയൊക്കെയോ തിരയാണ്, ഉള്ളിലെ ഭഗവാനെ നോക്കാതെ. ഈ ക്ഷേത്രജ്ഞൻ ഉള്ളിലിരിക്കുകയാണ്, നോക്കുകയാണ് നിങ്ങൾ എവിടെയൊക്കെയാണ് ഓടുന്നത്, എവിടെയൊക്കെയാണ് തേടുന്നത്. ഞാനിവിടെയാണ്. ഐ എം ഹിയർ ലുക്ക് അറ്റ് മീ. എന്നെ നോക്കൂ, ഞാൻ ഇവിടെ ഉണ്ട്. കെൻ യു ആക്സെപ്റ്റ് ദാറ്റ്? എപ്പോഴാണോ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ, യെസ്, കുറ്റങ്ങളും കുറവുകളും ആരാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളത്? അപ്പോൾ ഈ പെർഫെക്ഷൻ എന്നുള്ള ആ സങ്കല്പം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ നിമിഷം ഞാൻ പറയണ, നിങ്ങൾ ഇപ്പോൾ ഉള്ളത് എന്താണോ അതങ്ങനെ തന്നെയാണ് ജീവിതകാലം മുഴുവൻ ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. ആത്മസാക്ഷാത്കാരത്തിൻ്റെ ആ നിമിഷം നിങ്ങൾ തിരിച്ചറിയാൻ എന്താണെന്നറിയോ? ഓ, ഈ കളിച്ച ഒന്നും ഞാനായിരുന്നില്ല. ഒന്നും ചെയ്യാതെ നിശ്ചലമായി നിൽക്കുന്ന ഈ ആനന്ദ സ്വരൂപമായിരുന്നല്ലോ ഞാൻ ഇന്ന് വരെ. ഇത് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ ഈ ശരീരമാണെന്ന് തെറ്റിദ്ധരിച്ചു. ദിസ് ഈസ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഒന്നും ആയി മാറാനില്ല എന്നുള്ള തിരിച്ചറിവാണ് ശിവോഹത്തിൽ ഉള്ള തത്വം. അപ്പോൾ ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞു, കൈലാസത്തിൽ തുടങ്ങി, നമ്മൾ സഞ്ചരിച്ചു. കൈലാസത്തിലുള്ള ധവളിമ പടർന്ന ആ മലകളുടെ മുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു. പർവ്വതത്തിൻ്റെ മുകളിലൂടെ, മേരുപർവ്വതത്തിൻ്റെ സ്വർണ്ണശൃംഗമായിട്ട് നിൽക്കുന്ന, സൂര്യപ്രകാശത്തിൽ തട്ടി വിളങ്ങി സ്വർണ്ണ ശോഭയോടുകൂടി നിൽക്കുന്ന മേരുശൃംഗങ്ങളെ പറ്റി നമ്മൾ ഇന്നലെ പറഞ്ഞു. അങ്ങനെ കൈലാസ പർവ്വതത്തിലെത്തി. നമ്മളിപ്പോൾ പോവുകയാണെന്ന് വിചാരിക്കും. നമ്മളവിടെ എത്തി. സ്വർണ്ണ നിറത്തിലും രത്നങ്ങളാൽ അലങ്കൃതമായ ആ ഗോപുരങ്ങളെല്ലാം തിളങ്ങി നിൽക്കുന്നു. അവിടെ ഒരു മണ്ഡപം, ഒരു മണിമണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു വാതിലുണ്ടെന്ന് വിചാരിക്കും. ഇപ്പം ആ വാതിലിൽ ചെന്നിട്ട് നിങ്ങൾ മുട്ടുകയാണ്. നമുക്കൊന്ന് നോക്കാം. മുട്ടി ഡും ഡും ഡും.
ഭഗവാനെ ഞാൻ വന്ന് നിൽക്കുന്നു, നിങ്ങളെ പേര് ഓർമ്മിച്ചോളൂ, ഇതാ സ്വപ്ന വന്ന് നിൽക്കുന്നു, ഭഗവാനെ വന്ന് മുട്ടുകയാണ്. ഭഗവാൻ എന്താ പറയാന്നറിയോ? ആ പേര് നമ്മൾ ഓരോരുത്തരും വ്യക്തികളായി നിൽക്കുന്നിടത്തോളം കാലം ഞാൻ ഈ വെറും ശരീരമാണ്, ഈ വ്യക്തി മാത്രമാണ് എന്ന് വിചാരിച്ച് ഭഗവാന്റെ അടുത്ത് പോയിട്ട് തട്ടുമ്പോൾ ഭഗവാൻ പറയും പോയിട്ട് പിന്നെ വാ എന്ന് പറയും. ഇപ്പോൾ നമ്മളിപ്പോൾ കൂട്ടത്തിൽ ഇരിക്കുന്ന സജിനെ പോയിട്ട് വിളിച്ചു, പോയി മുട്ടി വിളിച്ചു, ടും 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 ടും, ഭഗവാനെ സജിന വന്നിട്ടുണ്ട്. ഭഗവാൻ എന്ത് പറയും? പോയിട്ട് പിന്നെ വരൂ. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരുടെയും പേര് നമുക്ക് ഉപയോഗിക്കാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഓരോരുത്തരും പോയി വാതിലിൽ മുട്ടി വിളിക്കും. ഭഗവാൻ എന്താ പറയുക? ആദ്യം എന്താ പറയുക? പോയിട്ട് പിന്നെ വരൂ. ഓക്കെ, പോയി കുറച്ച് കഴിഞ്ഞ് നമ്മൾ വരികയാണ്, ഭഗവാനെ പിന്നെയും വരികയാണ്. ആരാ? ടും 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 മുട്ടി. ആരാണ് പുറത്ത്? ഭഗവാനെ അങ്ങ് തന്നെയാണ്. അകത്തേക്ക് വരൂ. മണിമണ്ഡപത്തിന്റെ വാതിലുകൾ തുറന്നു. മധ്യഭാഗത്തായി ശിവലിംഗം ഇരിക്കുന്നു. ശിവോഹം ശിവോഹം ശിവോഹം. കഴിഞ്ഞു. അത് പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുക? ഓ, ഞാൻ അകത്തുനിന്നായിരുന്നല്ലോ വാതിൽ മുട്ടിയും കൊണ്ടിരുന്നത്. ഐ വാസ് നെവർ ഔട്ട്സൈഡ്, ഐ ഹാവ് ബീൻ ഓൾവേസ് ഇൻസൈഡ് എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം, അത് ഇപ്പൊ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് ആ വസ്തുവാണ്. പക്ഷെ വെറും ഒരു വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് ഗോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവമായിട്ടുള്ള ദൂരം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് എ തോട്ട്, ജസ്റ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് തോട്ട്, ഓഫ് വൺ തോട്ട്. ഒരു സങ്കല്പത്തിന്റെ ദൂരേ ഉള്ളൂ. ഞാൻ ഈ വ്യക്തിയാണ്, ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ പ്ലേ ചെയ്യുന്ന റോൾസാണ്, ഞാൻ ചെയ്യുന്ന വേഷങ്ങൾ. ഇല്ല, ഈ വേഷങ്ങളെയൊക്കെ സാക്ഷി ആയിട്ട് നിന്ന് കാണുന്ന ഒരു വസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. ആ നിശ്ചല തത്വം, ദാറ്റ് ഈസ് യു, തത്വമസി, അതാണ് നീ എന്നുള്ള തിരിച്ചറിവ്. അതാണ് ഭഗവാൻ നമുക്ക്, നമ്മുടെ ഗുരു ആദിശങ്കരാചാര്യർ, ഭഗവത്പാദർ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം. ഇതാണ്, ദാറ്റ് ഈസ് യു. ഈ വേഷം ഒന്നും അല്ല നമ്മൾ, ഈ ശരീരമല്ല. ഈ ഒരു അറിവിൻ്റെ മുകളിൽ നമുക്ക് ഈ കഥകൾ നോക്കാം. എങ്ങനെ നമ്മൾ ഭഗവാൻ നമ്മളിലേക്ക് വരുന്ന കാരുണ്യം, ഗ്രേസ്, അത് ഞാൻ ചിന്തിച്ചു നോക്കി. എൻ്റെ അനുഭവത്തിൽ നിന്നും എക്സ്പ്ലോറേഷൻസ് നിന്നും മനസ്സിലാക്കിയ ഒരു 10 പടികൾ, 10 സ്റ്റെപ്സ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അത് ഓരോന്നോരോന്നായി നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പറയും. അതിൻ്റെ ആദ്യത്തെ പടിയാണ് വേദന എന്ന് പറയുന്നത്. ജീവിതത്തിൽ പല പല പ്രോബ്ലംസ്, ഇപ്പം നിങ്ങൾ ഇരിക്കുകയാണ് ഓരോരുത്തരും അല്ലേ, ഒരു 2 വിഷമിപ്പിക്കുന്ന തോട്ട്സ് നിങ്ങളെ തലയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. മിനിമം 2, ചിലർക്ക് 1 ഉണ്ടാവുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ചിന്തകൾ. അത് എന്തോ ഒരു പെയിന് നമുക്ക് തന്നിട്ടുള്ളതാണ്. ഇപ്പൊ ഈ നിമിഷം ആ പെയിനെ, അതൊരു അനുഗ്രഹത്തിൻ്റെ ഒരു വേദനയായിട്ടെടുക്കും ഈ നിമിഷം. കാരണം ഈ വേദനയിലൂടെയാണ് നമ്മൾ ഭഗവാനെ തേടുന്നത്. അപ്പോൾ ഇതും ഭഗവാന്റെ അനുഗ്രഹം, എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ് എന്നുള്ളൊരു തിരിച്ചറിവോടുകൂടി നമുക്ക് തുടങ്ങാം. കാരണം നമ്മുടെ കഥകളിലൊക്കെ നമ്മൾ കാണാൻ പോകുന്ന ഇതാണ്. ശ്രീഹാലാസ്യത്തിൽ ശിവഭഗവാൻ ആടിയ ലീലകൾ മുഴുവനും ഓരോ ഗൃഹസ്ഥന്റെയും പ്രശ്നങ്ങളായിരുന്നു, ഓരോ രാജാക്കന്മാരുടെയും പ്രശ്നങ്ങളായിരുന്നു. അപ്പം നമ്മൾ അനുഭവിക്കുന്ന കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുണ്ടല്ലോ കുടുംബജീവിതത്തില്, അത് മാത്രമല്ല, രാജാക്കന്മാരാകുമ്പോൾ അവർക്ക് പ്രശ്നങ്ങൾ കൂടും. കുടുംബജീവിതത്തിലെ അത് നോക്കണം, ഒരുപാട് ഭാര്യമാർ, ഒരുപാട് കുട്ടികൾ, അങ്ങനെ കുടുംബം തന്നെ ഉണ്ട് ഒരുപാട്. അപ്പം അതിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ, രാജ്യത്തിലുള്ള പ്രശ്നങ്ങൾ, അന്യരാജ്യത്തിൻ്റെ അടുത്ത് നിന്ന് ഭയക്കേണ്ട പ്രശ്നങ്ങൾ, ഇങ്ങനെ പ്രശ്നങ്ങളുടെ ഒരു സമുദ്രം തന്നെയായിരുന്നു. അവിടെയൊക്കെ ഭഗവാൻ എങ്ങനെ ഓരോ തരത്തിൽ, അതൊക്കെ പക്ഷെ വരുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ്. അത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പല സ്ഥലത്തും രാജാക്കന്മാരും ഓരോ ആളുകളും സാധാരണക്കാരും ഭഗവാന്റെ ഉപകരണങ്ങളായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമ്മളും ഒരു ഉപകരണം മാത്രമാണ് എന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ ആരും ഒന്നുമല്ല. അത് വെറും ഒരു ഭഗവാന്റെ കയ്യിലത്തെ ഒരു കളിപ്പാട്ടം, അത് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാ. ആ ഡമരുല്ലേ, ഈ ഡമരുവാണ് നമ്മൾ. അപ്പോൾ അതിൽ കൂടുതലൊന്നുമില്ല. അപ്പം അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ശ്രീഹാലാസ്യ മഹാത്മ്യം പഠിക്കാം.
അപ്പോൾ രണ്ടാമത്തെ കഥ പറഞ്ഞു ദേവേന്ദ്രൻ്റെ അഹങ്കാരം. ദേവേന്ദ്രൻ്റെ അഹങ്കാരം എപ്പോഴും ഭയത്തിൽ നിന്നാണ് വരുന്നത്. ഭയം, ഫിയർ ഓഫ് ഇൻസെക്യൂരിറ്റി നമ്മുടെയൊക്കെ ഉള്ളിലുള്ളതാണിത്. എവിടെയോ ഒരു ഭയം, അയ്യോ നല്ല കാര്യം കിട്ടി, അയ്യോ ഇത് പോവോ, ഇത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വരാണ്ടെങ്കിൽ അത് കിട്ടുമോ ഇല്ലയോ, ഇതന്നെ. ഇതാണ് ദേവേന്ദ്രൻ. അപ്പം ദേവേന്ദ്രൻ എന്നുള്ള കഥാപാത്രം റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാര തത്വത്തെയാണ്, അല്ലെങ്കിൽ ഞാൻ വേറെയാണെന്നുള്ള ആ സെപ്പറേഷൻ. ഞാൻ ഭഗവാനിൽ നിന്ന് ഭിന്നമാണ്, എനിക്ക് ആരുമില്ല, എനിക്ക് എന്തൊക്കെയോ വേണം, പക്ഷെ എനിക്ക് ആരും ഹെൽപ്പ് ചെയ്യാനില്ല. ഈ ഒരു ഇതിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. എനിക്കൊരാളുണ്ട്, എന്നെ നോക്കാൻ ഒരാളുണ്ട്, ഒരു ശക്തിയുണ്ട്, എന്നെ സ്നേഹിക്കാൻ ഒരു ശക്തി കൂടെ എപ്പോഴും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ നമ്മളെ ദുഃഖത്തിന് ബാധിക്കാൻ പറ്റുക? എവിടെയാണോ ഭക്തി കുറയുന്നത്, എവിടെയാണോ ഈ ഫിയർ ഓഫ് ഇൻസെക്യൂരിറ്റി, ഭയം, അവിടെ നമ്മുടെ വിശ്വാസം കുറയുമ്പോഴാണ് അത് വരിക. എന്താ പറഞ്ഞത്, വിശ്വാസം കുറയുമ്പോൾ എന്നെ നോക്കാൻ ഒരാളുണ്ട്, ഞാൻ അനാഥനല്ല എന്നുള്ള ആ ചിന്ത, ആ ഒരു അവിടെയാണ് വിശ്വാസം ഉള്ളത്. ആ വിശ്വാസം കുറയുമ്പോഴാണ് എന്ത് പൊന്തി വരിക, ഈ എടുത്തുചാട്ടവും പേടിയും എല്ലാം വരുന്നത്. ഭയം, എന്നെക്കാളും മുന്നിലാവും, അല്ലെങ്കിൽ ഞാൻ കുറഞ്ഞു പോകും. ഇതൊന്നും ആവശ്യമില്ല. എല്ലാവരും ഇവിടെ ഒരേപോലെയാണ്. ദർ ആർ നോ ഹൈറാർക്കീസ്. ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ കണ്ണിൽ ഈ ഒരു ചെറിയ ഉറുമ്പിനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിന് നമുക്ക് വലിയ വിലയുണ്ടാവില്ല, പക്ഷെ ഭഗവാൻ അതും പ്രധാനമാണ്. ഇപ്പം ഈ നിമിഷം ഈ നിലത്തൊരു കുഴി കുഴിച്ചു കഴിഞ്ഞ്, നിങ്ങൾ ഇരിക്കുന്ന ആ നിലത്ത് പാദങ്ങളുടെ താഴെയായിട്ട് ഒരു കുഴി കുഴിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു ജീവി അവിടെ കാണാം ഭൂമിയുടെ അടിയിൽ. എന്നിട്ട് ആ ജീവിക്ക് ഒരു ചെറിയ പുഴുവായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ണുകൾ കണ്ട് കാണാൻ പറ്റാത്തതായിരിക്കും, അതിനൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ അതിന് എന്റർടൈൻമെന്റ് കൊടുക്കുന്നുണ്ട് ഭഗവാൻ. ഈ നമ്മൾ ഓരോരുത്തർക്കുള്ളതുപോലെ സന്തോഷിക്കാനുള്ള വക അവർക്കും കൊടുക്കുന്നുണ്ട്. അവർക്കും ദുഃഖങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ ഭഗവാന്റെ കണ്ണിൽ വലിപ്പച്ചെറുപ്പങ്ങളേ ഇല്ല. ഒരു ചെറിയ കുട്ടിക്കുണ്ടോ? അങ്ങനെ ഇല്ല, ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെ. അതുപോലെയാണ് ഭഗവാന് നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരാണ്. നമ്മളെ അൺകണ്ടീഷണൽ ലവാണ് ഭഗവാൻ. ശിവൻ എന്ന് പറഞ്ഞാൽ ഭോലേനാഥ്. ഒരു എന്താ പറയാ, നമ്മളെ ജഡ്ജ്മെന്റ് ഇല്ല. നമ്മളെന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്തു, ഒന്നും ഒരു ജഡ്ജ്മെന്റ്. ദേവേന്ദ്രൻ എന്തൊക്കെ ചെയ്തു, ഭഗവാൻ ഒരു ജഡ്ജ്മെന്റും ഇല്ല. രാവണൻ എന്തൊക്കെ ചെയ്തു, ഭഗവാൻ ഒരു ജഡ്ജ്മെന്റും ഇല്ല. എല്ലാവരും ഒരുപോലെ സ്നേഹിക്കും. വിളിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തും. ഭഗവാന്റെ കമ്പാഷൻ, കാരുണ്യത്തിന്റെ ആ കണ്ണുനീർ തുള്ളികളാണ് രുദ്രാക്ഷമായിട്ട് നമുക്ക് കാണുന്നത്. അപ്പം ഈ കാരുണ്യമൂർത്തിയായ ഭഗവാൻ മൂന്നാമത്തെ ലീലയിൽ എന്ത് ചെയ്തു എന്ന് നോക്കാം നമുക്ക്. നീപവന മാഹാത്മ്യം എന്നാണ് ഈ ലീലയുടെ പേര്. എങ്ങനെയാ വരുന്നത് വെച്ചാൽ, ഈ ദേവേന്ദ്രൻ ഇങ്ങനെ ഒരു ശിവലിംഗം ഒക്കെ സ്ഥാപിച്ച് അവിടെ ഒരു പ്രാസാദമൊക്കെ കെട്ടി ഒരു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു വൈശ്യനായിട്ടുള്ള ഒരു ധനഞ്ജയൻ എന്ന് പേരായിട്ടുള്ള ഒരാൾ ഇങ്ങനെ യാത്ര ചെയ്യാണ്. ഒരു വ്യവസായത്തിന് വേണ്ടി പോയി യാത്ര ചെയ്തു. ഒരു രാത്രിയായിപ്പോയി. ഒരു ദിവസം യാത്ര ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ അപ്പോൾ ഒരു കാട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഒരു കാട്, അയാൾക്ക് അറിയില്ല ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ കിടക്കുന്ന സമയത്ത് എത്തിച്ചേർന്നത് ശ്രീഹാലസ്യത്തിലാണ്. അവിടെ പക്ഷെ ഇപ്പോഴും വനമാണ്. അപ്പോൾ ഈ വനത്തിനുള്ളിൽ കിടന്നുറങ്ങിയപ്പോൾ അന്ന് ഈ പറഞ്ഞ പൂജ നടക്കുന്ന ദിവസമാണ്. ദേവേന്ദ്രനും മറ്റുള്ള ദേവന്മാരും ദേവലോകത്ത് നിന്ന് വന്ന് സുന്ദരേശ ലിംഗം പൂജിക്കുന്ന ദിവസമാണ്. അങ്ങനെ ആ അമാവാസ്യ ദിവസവും ചിത്തിരമാസത്തിലുള്ള ആ അമാവാസ്യ ദിവസം, ആ ദിവസമാണ് ഇപ്പം ഈ പെട്ടെന്ന് വലിയ ഭക്തനാണ് ഇയാൾ, ശിവഭക്തനാണ്. എപ്പോഴും ഭസ്മരുദ്രാക്ഷങ്ങളൊക്കെ അണിഞ്ഞ് സുന്ദരേശ ലിംഗ ദർശനം നടത്തി ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ പക്ഷെ രാത്രി മനസ്സിലാവുന്നില്ല എവിടെയോ എത്തിയതെന്ന്. അങ്ങനെ വാദ്യഘോഷങ്ങൾ കേൾക്കുകയാണ്. ആ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് ഭഗവാന് മനസ്സിലായി ഇയാളെ ഇതാ ഞാൻ പറഞ്ഞത് ഉപകരണം എന്ന്. നിമിത്തം മാത്രമാണ് നമ്മളൊക്കെ എന്ന് പറയുന്നതാണ്. ഇയാളെ ഒരു നിമിത്തമാക്കാൻ പോവാണ് ഇനി, അത് കണ്ടോളൂ. അപ്പം ധനഞ്ജയൻ വന്ന് ഈ കിടക്കുന്ന സമയത്തോളം കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, ഒരു ദിവ്യദൃഷ്ടി അങ്ങോട്ട് കൊടുത്ത സമയത്ത് ഈ ദേവന്മാരൊക്കെ പൂജിക്കുക, അല്ലാതെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്തതാണ് സാധാരണക്കാരനെ. ഭഗവാൻ കൊടുത്ത ദിവ്യ ദൃഷ്ടി കൊണ്ട് കാണുകയാണ് ദേവേന്ദ്രൻ വന്ന് പൂജിക്കുന്നതും കാര്യങ്ങളും എല്ലാം ആയിട്ട്.
അപ്പോൾ അങ്ങനെ കുറേ അത് കണ്ട് ഭക്തി നല്ലോണം വർദ്ധിച്ചു, ആനന്ദാശ്രുക്കൾ പൊഴിച്ച് അദ്ദേഹം കുറേ സമയം ഇരുന്ന് അവസാനം രാത്രി കുറച്ചും കൂടി സമയമുണ്ട് പുലരാൻ കാത്തിരുന്നു രാവിലെയായി ഓടിപ്പോയി രാജാവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, മഹാരാജാവേ ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടു, ഈ സുന്ദരേശ ഒരു ശിവലിംഗം ഇങ്ങനെ ദേവന്മാർ വന്ന് പൂജിക്കുകയാണ്, അപ്പോൾ ഈ ക്ഷേത്രത്തിലാണ് ഇതുള്ളത്. അപ്പോൾ രാജാവ് അപ്പം അത് പറയും. രാജാവിന് ആദ്യം അത് മനസ്സിലായില്ല. പിന്നെ രാജാവ് അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഭഗവാൻ ഒരു സ്വപ്ന ദർശനം കൊടുക്കുകയാണ്. വന്നിട്ട് പറയും, ഈ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് ഒരു പുരം നിർമ്മിക്കണം. പുരം എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിക്ക് ജീവിക്കാൻ വേണ്ട എല്ലാം അവിടെ ഉണ്ടാവണം. ഇപ്പോഴത്തെ കാലത്ത് എടുക്കുകയാണെങ്കിൽ ഒരു ടൗൺ വേണം, ഒരു ഷോപ്പിംഗ് സെൻറ്റേഴ്സൊക്കെ വേണം, അതുപോലെ തന്നെ സ്കൂളുകൾ വേണം, അങ്ങനെയുള്ള എല്ലാം അടങ്ങിയ ഒരു ചെറിയൊരു നഗരം അതിന് ചുറ്റുമായിട്ട് പണിയണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് രാജാവിൻ്റെ സ്വപ്നദർശനത്തിൽ കണ്ട സമയത്ത് ഇത് രാജാവ് അത് മനസ്സിലായി, ഇത് ഭഗവാനാണ്. അപ്പോഴാണ് അതുപോലെ തന്നെ ഇയാൾ വന്ന കഥയും ഈ സ്വപ്നവും കൂടി കണക്ട് ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് ക്ലൂസ് കിട്ടുക. ഓരോരോ ക്ലൂ വരികയാണ് ചെയ്യുക. നമുക്ക് ഭഗവാന്റെ ഭാഷ എന്ന് പറയുന്നത് ക്ലൂ ആണ്, നമ്മൾ കണക്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് പക്വത ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വന്നു പറഞ്ഞു. അപ്പോൾ രാജാവിന് മനസ്സിലായി ഇത് ഭഗവാൻ തന്നെയാണ്, സുന്ദരേശൻ തന്നെയാണ് ഇത് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് അവിടെ ഒരു പുരം നിർമ്മിക്കുകയാണ്. അപ്പോൾ ഒരു സിദ്ധന്റെ രൂപത്തിലാണ് വന്നിട്ട് പറയുന്നത്. അപ്പം അവിടെ നാടകശാലകളും തടാകങ്ങളും അങ്ങാടി തെരുവുകളും എല്ലാം നിർമ്മിച്ചു. അപ്പോൾ ഈ സ്ഥലത്തിനെ എങ്ങനെ ശുദ്ധീകരിക്കും എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ കിഴക്ക്, അപ്പോൾ ഇതിന് ഗംഗാജലം കൊണ്ട് തൻ്റെ ശിരസിൽ അണിഞ്ഞിരിക്കുന്ന ഗംഗാദേവിയെ സ്മരിച്ച് അവിടേക്ക് ജലപ്രവാഹം നടത്തി. എന്നിട്ട് അവിടെയൊക്കെ ശുദ്ധീകരിച്ചു. എന്നിട്ട് പുരത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പുരത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ശാസ്താവിനെയാണ് അവിടെ നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മൾക്കും അറിയാം അയ്യപ്പ ക്ഷേത്രം, നമുക്ക് ശബരിമല സ്വാമിയുടെ അവിടെ ഉള്ള പന്തളം, അവരുടെ രാജകുടുംബത്തിൻ്റെ കുലദേവത മധുര മീനാക്ഷി ദേവിയാണ്. അപ്പോൾ അപ്പോൾ ഇവിടെ കാണാം, ഒരു കണക്ഷൻ കാണാം. അപ്പോൾ ശാസ്താവിനെയാണ് കിഴക്ക് ദിക്കില്, പിന്നെ ദക്ഷിണ ദിക്കിൽ സപ്തമാതൃക്കള്, അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് ക്ഷേത്രത്തിൽ പോയാലും കാണാം അത് അങ്ങനെ. അപ്പൊ പശ്ചിമ ദിക്കിൽ വിഷ്ണുവിനെയും ഉത്തര ദിക്കിൽ ഭദ്രകാളിയെയും പ്രതിഷ്ഠിച്ചാൽ സർവ്വദോഷങ്ങളും തീരും എന്നുള്ള ഒരു അശരീരി വരികയാണ്. അങ്ങനെ നല്ല ഒരു പുരം അതിനായി നിർമ്മിച്ചു കൊടുത്തു. അങ്ങനെ കുലശേഖര പാണ്ഡ്യൻ മലയധ്വജൻ എന്ന ഒരു പുത്രൻ ജനിച്ചു. അപ്പൊ ഇവിടെ എവിടെയാണ് വരുന്നത് ഈ ക്യാരക്ടർ? മലയധ്വജൻ എന്ന ഉത്തമോത്തമനായ രാജാവ്, മഹാരാജാവ് വരികയാണ്. ഈ മലയധ്വജനാണ് മീനാക്ഷി ദേവിയുടെ പിതാവായിട്ട് പിന്നെ വരുന്നത്. അപ്പോൾ ഈ ലീല കേൾക്കുന്നവർക്കും പറയുന്നവർക്കും എല്ലാം സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും എന്നുള്ള ഒരു പ്രോമിസ്, ഒരു പ്രതിജ്ഞ നമ്മുടെ ഹാലാസ്യ മഹാത്മ്യം നൽകുന്നുണ്ട്. അപ്പോൾ ഈ മൂന്നാം ലീല ഇവിടെ അവസാനിക്കുന്നു. അങ്ങനെ പിന്നെ തുടങ്ങുന്നത് അടുത്ത കഥയിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. കുലശേഖര പാണ്ഡ്യൻ സുന്ദരേശ സന്നിധിയിൽ ചെന്ന് പ്രദക്ഷിണം ചെയ്ത് പൂജകർമാദികളൊക്കെ അനുഷ്ഠിച്ച് ഉടലോടെ സ്വർഗം പോകി. പിന്നെ എന്തായി? കുലശേഖര പാണ്ഡ്യന്റെ പുത്രനായ മലയധ്വജ ഭൂപൻ, ആ മലയധ്വജ രാജാവ് വളരെ നന്നായി രാജ്യം ഭരിച്ചു. ഒരുപാട് പത്നിമാരൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം വിവാഹം ഏറ്റവും ഉത്തമ പത്നി എന്നുള്ള ആ പദത്തിൽ ഇരിക്കുന്ന കാഞ്ചനമാല, ഈ കാഞ്ചനമാലയുടെ പൂർവ്വജന്മ ചരിത്രത്തിലൂടെയാണ് നമുക്ക് നാലാമത്തെ ലീല തുടങ്ങാൻ പറ്റുക. ഈ കാഞ്ചനമാല പൂർവ്വജന്മത്തിൽ, കാഞ്ചനമാല എന്ന് പറഞ്ഞാൽ ദേവിയായിട്ട് ജനിക്കാൻ പോകുന്ന തടാകയുടെ മാതാവ് കാഞ്ചനമാലയുടെ പൂർവ്വജന്മത്തിൽ അതെങ്ങനെ സാധിച്ചു, നമ്മൾ ദേവിയൊന്നും അങ്ങനെ ജനിക്കില്ലല്ലോ, എങ്ങനെ സാധിച്ചു എന്നുള്ളത് മനസ്സിലാക്കി തരികയാണ് പൂർവ്വജന്മ കഥ പറഞ്ഞിട്ട്. വിദ്യാധരൻ എന്നു പേരായിട്ടുള്ള ഒരു ഗന്ധർവൻ, അദ്ദേഹം വളരെ വലിയ ശിവഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രിയാണ്, ഒരുപാട് തപസ് അനുഷ്ഠിച്ച് കിട്ടിയ ഒരു പുത്രിയാണ് വിദ്യാവതി എന്നുള്ള ആ പുത്രി ചെറുപ്പം മുതലേ ഭക്തിയും നല്ല സംസ്കാരവും എല്ലാം ഒത്തിണങ്ങിയ നല്ല സദ്ഗുണശീലം ഉള്ള ഒരു കുട്ടി. ആ കുട്ടി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എങ്ങനെയാണ് ഈ ഭക്തി വർദ്ധിപ്പിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ചോദിച്ചപ്പോൾ പല കാര്യങ്ങളും അച്ഛൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് വിശ്വാവസു എന്നാണ് ആ ഗന്ധർവന്റെ പേര്, വിദ്യാവതി എന്ന പുത്രി. അപ്പൊ
ഭഗവാൻ അപ്പം വിശ്വാവസ്തു പറഞ്ഞു കൊടുക്കുകയാണ്, ദേവിയുടെ മാഹാത്മ്യം പറഞ്ഞു കൊടുത്തു. അപ്പം ദേവിയെ ആരാധിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഈ കുട്ടി ബാക്കി സുഗന്ധദ്രവ്യങ്ങൾ ഐ മീൻ ഗന്ധർവന്മാരുടെ കുടുംബത്തിൽ ജനിച്ച കുട്ടി എന്ന് പറയുമ്പോൾ എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരികയാണ്. ഇതെല്ലാം കേട്ട ഉടനെ കുട്ടി ബാക്കിയെല്ലാം ഭൗതികമായിട്ടുള്ള സുഖങ്ങളെല്ലാം അവിടെ മാറ്റിവെച്ച് സുഗന്ധദ്രവ്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഭസ്മ ലേപനം നടത്തി രുദ്രാക്ഷൊക്കെ ഇട്ട് എനിക്ക് ദേവിയെ ഭജിക്കണോ അച്ഛാ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഈ സംവത്സര വ്രതത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പം ഞങ്ങൾ അവിടെ ഭജിക്കാൻ പോയ സമയത്ത് ഞങ്ങൾ 41 ദിവസമാണ് ഇരിക്കുന്നത്. ഒരു സ്ത്രീ വന്ന് ഒരു വർഷം ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 365 ദിവസം അവിടെ സംവത്സര വ്രതം എന്ന് പറയും. അപ്പോൾ അവിടെ താമസിച്ച് രാവിലെ ഏറ്റവും തുടക്കത്തിലുള്ള പൂജ മുതൽ പള്ളിയറയിൽ നിന്ന് ഭഗവാനെയും ദേവിനെയും ഉണർത്തിയിട്ട് ഭഗവാന്റേതായ ശ്രീകോവിലേക്ക് കൊണ്ടുപോയി ഇരുത്തുന്ന ആ ഒരു ഇതിലൂടെയാണ് ദിവസം തുടങ്ങുന്നത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ. അവിടെ മുതൽ പള്ളിയറ പൂജ വരെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഇരുന്ന് കണ്ട് വേറെ ഒന്നുമില്ല അവർ ഭജന ഇരിക്കുക, ജപം സാധനം വേറെ ഒന്നുമില്ല, ഇതാണ് അവരുടെ സാധനം. അവിടെ ഇരുന്ന് അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ജീവിക്കുകയാണ് ഒരു വർഷം. അപ്പോൾ ഈ സംവത്സര വ്രതം എന്ന് പറയുന്ന കാര്യം അച്ഛൻ പറഞ്ഞു കൊടുത്തതുകൊണ്ട് മകൾക്കറിയാം. അപ്പം മകള് പറയും, എനിക്ക് പോയി സംവത്സര വ്രതം ചെയ്യണം അച്ഛാ. അച്ഛൻ സമ്മതിച്ചു. അങ്ങനെ ആരംഭിച്ചു. അവർ പൂജ ചെയ്ത് ദിനംതോറും 1008 നീലത്താമരകളാൽ ദേവിക്ക് അർച്ചന ചെയ്യും. അങ്ങനെ ആദ്യത്തെ കുറേ ദിവസങ്ങൾ വെള്ളം മാത്രം, ഫലമൊക്കെ കഴിക്കും, പിന്നെ വെള്ളം മാത്രമായി മാറി, പിന്നെ വായു മാത്രമായി, പിന്നെ ഭക്ഷണമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞ് ഈ കഠിനമായ വ്രതവും പൂജയൊക്കെ കണ്ടപ്പോൾ ദേവിക്ക് കാരുണ്യം തോന്നി. അപ്പൊ ദേവി വന്നിരിക്കുന്ന രൂപം ഈ അധികം പ്രായമായിട്ടില്ല, ഒരു വളരെ ചെറിയ പ്രായത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. കണ്ടിട്ട് ദേവിക്ക് കാരുണ്യം കൊണ്ട് ഒരു 3 വയസ്സായ ഒരു കോമള ബാലികയുടെ രൂപത്തിൽ ദേവി വരികയാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നല്ല ഇഷ്ടമായി, ഞാൻ പ്രീതിപ്പെട്ടിരിക്കുന്നു, നിനക്ക് എന്ത് വരാണ് വേണ്ടത് എന്ന് ചോദിക്കുകയാണ് വിദ്യാവതി അടുത്ത്. അപ്പൊ പറയും, അമ്മേ ദേവി എനിക്ക്. അപ്പൊ ഈ മീനാക്ഷി ദേവിയുടെ ആ വിഗ്രഹത്തിൽ നിന്നാണ്, ആ ശ്രീകോവിലിനുള്ളിൽ നിന്നാണ് ദേവി ഇറങ്ങി വരുന്നത് കുട്ടിയുടെ രൂപത്തിൽ. അങ്ങനെ വന്നിട്ട് പറയും. അപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് അമ്മയുടെ പാദങ്ങളിലുള്ള ഭക്തി എനിക്ക് അത് മാത്രം മതി, ബാക്കി എല്ലാം വഴിതെറ്റുന്നാണെന്ന് കുട്ടിക്ക് ആ പ്രായത്തിൽ അറിയാം. അപ്പൊ പറയും, എനിക്കൊന്നും വേണ്ട, ഭക്തി മാത്രം മതി, അമ്മയുടെ പാദങ്ങളിലുള്ള ഭക്തി മാത്രം മതി. അപ്പൊ ദേവിക്ക് വളരെ ഇഷ്ടമാവും. ദേവി പറയും, ശരി, അത് ഞാൻ തന്നിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇതാ ഒരു വരം കൂടി ഞാൻ തരികയാണ്, നിന്റെ പുത്രിയായി ഞാൻ ഇതുപോലെ വരും അടുത്ത ജന്മത്തിൽ എന്ന് ഒരു വരം കൊടുത്ത് ദേവി അപ്രത്യക്ഷയാവാണ്. ഗർഭഗൃഹത്തിലേക്ക് ദേവി നടന്നു പോകും. അവിടെ അപ്രത്യക്ഷമാവും. അങ്ങനെ ആ വിദ്യാവതി ജീവിച്ച് ആ ജന്മത്തിലുള്ള കർമ്മങ്ങളൊക്കെ തീർന്ന് പിന്നെ ജനിക്കുന്നതാണ് ഈ കാഞ്ചനമാലയായിട്ട്, ഒരു രാജാവിൻ്റെ പുത്രിയായിട്ട്. അപ്പോൾ ഈ കാഞ്ചനമാല മലയധ്വജനുമായിട്ടുള്ള വിവാഹം നടക്കുകയാണ്. വിവാഹമൊക്കെ നടന്നു, കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞു, കുട്ടികൾ ഉണ്ടാവുന്നില്ല. അപ്പം ഒരുപാട് വിഷമിച്ചു, മനസ്സ് വളരെ വിഷമിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഭഗവാന്റെ ഇൻവിറ്റേഷൻ വരുമ്പോൾ അത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെയിനാണ്. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രോബ്ലം നമുക്ക് തരിക, അവിടെയാണ് ഇൻവിറ്റേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് മലയധ്വജ പാണ്ഡ്യ ഭൂപന് ഇതാണ് വരുന്നത്, മക്കളില്ലാത്ത, പുത്ര ഇല്ല, ഇനി എങ്ങനെ കുലം കണ്ടിന്യൂ ചെയ്യും, എങ്ങനെ തുടർന്ന് പോവും, കുലപരമ്പര നിലനിൽക്കണ്ടേ. അപ്പോൾ അതിനുള്ള പ്രാർത്ഥനകളും ജപങ്ങളും എല്ലാം തുടങ്ങും. അങ്ങനെ പഞ്ചാക്ഷരം ജപിച്ച് എല്ലാ പൂജകളും എല്ലാം ആരംഭിച്ചു. അങ്ങനെ അപ്പോൾ ഈ പുത്രന്മാരുണ്ടാവാൻ വേണ്ടി ഒരു യാഗം ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അത് പുത്രനില്ലാത്ത തനിക്ക് ഹാലാസ്യനാഥൻ എന്തുകൊണ്ടാണ് പുത്രൻ നൽകാത്തത് എന്ന് പറഞ്ഞ് മലയധ്വജ ഭൂപൻ ദുഃഖിച്ചപ്പോൾ സൂര്യവംശജനായ കാഞ്ചനമാലയെ അതിലിടയ്ക്ക് ധർമ്മപത്നിയായി വരിച്ചു. പിന്നെ പുത്രകാമേഷ്ടി യാഗം നടത്തുകയാണ്. അങ്ങനെ ഒരു പുരോഹിതന്മാരൊക്കെ ഇരിക്കുകയാണ്, ഗുരുസ്ഥാനത്തുള്ള ആളുകളും എല്ലാം നിരന്നിരുന്ന് അങ്ങനെ ഒരു വലിയ യാഗം നടത്താൻ പോവാണ് കൊട്ടാരത്തിൽ. അങ്ങനെ പുത്രകാമേഷ്ടി യാഗം നടത്തി. ആ യാഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അഗ്നിയിൽ നിന്നും ഒരു 3 വയസ്സായിട്ടുള്ള അഗ്നി എന്ന് പറയുന്നത് ശിവഭഗവാന്റെ 8 മൂർത്തികളിൽ ഒന്നാണ് അഗ്നി. ആ അഗ്നിയിൽ നിന്നും
ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ ഓടി വന്നിട്ട് അമ്മേ അമ്മേ എവിടെയാ അമ്മേനെ ഇങ്ങനെ നോക്കി നടക്കാം. അപ്പോൾ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്, അടുത്ത് തന്നെ യാഗശാലയുടെ ഒരു ഭാഗത്ത്. അമ്മയെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് മടിയിലിരുന്നു. അപ്പൊ അമ്മയ്ക്ക് മനസ്സ് നിറഞ്ഞു. അത് ആ ഒരു സ്നേഹം, ദേവിയായിട്ടുള്ള കണക്ഷൻ അത്രയും ഉണ്ട് കഴിഞ്ഞ ജന്മത്തിൽ തന്നെ. അപ്പോൾ അത്രയും സ്നേഹത്തോടെ അമ്മ കെട്ടിപ്പിടിച്ച മകളെ ഓമനിച്ചു. അപ്പോഴേക്കും രാജാവും ഒക്കെ വന്ന് എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്ന, പെട്ടെന്നാണ് ഫലം കിട്ടിയത്. അപ്പം ഒരു പ്രത്യേകത ഈ കുട്ടിക്ക് 3 സ്ഥലങ്ങളുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ ഭഗവാൻ രാജാവ് വിചാരിക്കുകയാണ്, അയ്യോ ഞാനെന്തോ മഹാഭാവം ചെയ്തു ഭഗവാനോട്, എന്താ ഇങ്ങനെ ഒരു കുട്ടീനെ തന്നിരിക്കണം, എനിക്ക് പുത്രനല്ല പുത്രിയെയാണ്. സാധാരണ പ്രതീക്ഷിക്കുക രാജാക്കന്മാർക്കൊക്കെ അന്നുണ്ടാവും മൂത്തത് പുത്രനായിരിക്കണം, എന്നാലും രാജ്യം ഭരിക്കാൻ അവനെ ഏൽപ്പിച്ച് നമുക്ക് പോവാം, പുത്രിയാണെങ്കിൽ വിവാഹം കഴിച്ച് വേറെ എവിടേക്കെങ്കിലും പോകും എന്നുള്ള ഒരു ഭയം ഉണ്ടാവുമല്ലോ. അപ്പോൾ പുത്രനല്ല പുത്രിയാണ് കിട്ടിയത്, എന്തെങ്കിലും പാവം ഞാൻ ചെയ്തുവോ ഭഗവാനെ എന്ന് ഒക്കെ വിചാരിച്ചു. അങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ ഒരു അശരീരി കേൾക്കുകയാണ്. ഈ കുട്ടി തൻ്റെ ഭർത്താവായിട്ട് വരുന്ന ആളെ കാണുന്ന സമയത്ത് ഈ കുട്ടിയുടെ 3-ാം സ്ഥാനം അപ്രത്യക്ഷമാകുമെന്ന് പറയാണ്. അപ്പോൾ ഈ കഥകളൊക്കെ അവിടെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ചുറ്റുമായിട്ടുള്ള ചുമരുകളിൽ ഒരു 3D ആയിട്ട്, എന്ന് വെച്ചാൽ ഒരു ചിത്രങ്ങളായിട്ടല്ല, ഒരു 3D ഫോമിൽ എല്ലാം ഇങ്ങനെ ഭംഗിയുള്ള ചിത്രപ്പണിയോട് കൂടി കൊത്തിവെച്ചിട്ടുണ്ട് ഈ കഥകളൊക്കെ, ഈ പറയുന്ന കഥകളൊക്കെ. അപ്പോൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വിവാഹം നടത്തുന്ന സമയത്ത് ഇത് അപ്രത്യക്ഷമാവും എന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി എല്ലാവർക്കും. അങ്ങനെ അവർ പുത്രിയായിട്ട് ദേവി വന്ന് വളരാൻ തുടങ്ങി അവിടെ വന്നിട്ട്. അപ്പോൾ ഈ അഗ്നിയിൽ നിന്ന് വന്നിട്ടുള്ള ദേവിയാണ്, ആ കഥയാണ് അഗ്നിയിൽ വന്നിട്ടുള്ള ദേവി തടാതക ജനനം. അതാണ് ഈ ലീലയുടെ പേര്. ഇത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും മനോവിഷമെല്ലാം മാറി എല്ലാവരും സമാധാനത്തോടെ ഇരിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ ഹാലാസ്യ മഹാത്മ്യത്തിൽ ഭഗവാൻ തരുന്നു. ഇനി തടാതക പരിണയം എന്ന 5-ാം ലീലയാണ് വരുന്നത്. അങ്ങനെ കുട്ടി വളർന്നു വന്നു, ഒരു 10-13 വയസ്സായി. പക്ഷേ ഈ 13 വയസ്സാവുമ്പോഴേക്കും എന്തുണ്ടായി? രാജാവ് സ്വർഗം പോകി. മലയധ്വജ പാണ്ഡ്യഭൂപൻ, അദ്ദേഹത്തിൻ്റെ ഒരു റോള് കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം സ്വർഗം പോകി കഴിഞ്ഞു. അടുത്ത കിരീടാവകാശി ആരാണ്? തടാതകയാണ്. 13 വയസ്സായിട്ടേ ഉള്ളൂ. അച്ഛൻ തന്നിട്ടുള്ള ആ രാജ്യത്തിന് ആരാണിത്? ദേവിയാണ്. അപ്പോൾ ക്രിയാശക്തിയുടെ അധിപതിയാണ്. അപ്പോൾ വന്ന് സ്ഥാനം എല്ലാം ഏറ്റെടുത്തു. രാജകുമാരി രാജ്ഞിയായി മാറി. 13-14 വയസ്സേ ഉള്ളൂ. പക്ഷേ അച്ഛൻ തന്നിട്ടുള്ള രാജ്യത്തിന് 10 മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചു. ഈ ശക്തി രാജ്യത്തിൻ്റെ വലിപ്പം കൂടി വന്ന് അവസാനം ദേവേന്ദ്രനെ പോയി തോൽപ്പിച്ചു. അഷ്ടദിക്പാലകന്മാരിൽ ശിവനെ ഒഴികെ 7 ദിക്പാലകന്മാരെയും തോൽപ്പിച്ചു. ഇന്ദ്രൻ, അഗ്നി, കുബേരൻ, നിർത്തി, വരുണൻ, വായു, യമൻ, അവരാണ് ബാക്കിയുള്ളവർ. അപ്പൊ ഇവരെയൊക്കെ പോയിട്ട് തടാതക യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. അത്രയും പരാക്രമശാലിയായിട്ടുള്ള നല്ല യുദ്ധതന്ത്രജ്ഞയായിട്ടുള്ള ഒരു രാജ്ഞിയായിട്ട്, അത് പടത്തലവൻ്റെ ആ ഒരു സ്കില്ലും കൂടി വളരെ നന്നായിട്ടുണ്ട് ദേവിക്ക്, നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അളകാപുരത്തിലെത്തി കുബേരനെയൊക്കെ പേടിച്ച് എല്ലാ സമ്പത്തും ദേവിക്ക് കാഴ്ചവെച്ചു. ദാനം എന്ന് പറയാൻ പാടില്ല, കാഴ്ചവെച്ചു. ഇനി എവിടെയാ പോകേണ്ടത് ദേവി നോക്കി. അപ്പം ദേവി ഈ അഷ്ടദിക് വിജയം ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് അമ്മയുടെ അടുത്ത് പറയും, അമ്മേ എപ്പോഴാണ് എൻ്റെ ഭർത്താവിനെ എനിക്ക് കാണാൻ പറ്റുക, എപ്പോഴാണ്? അപ്പോൾ ഈ ഒരു ടീനേജ് എന്നുള്ള ആ ഒരു പ്രായത്തിൻ്റെ ഒരു ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, നമുക്കതാണ് ഇതിലുള്ള രസങ്ങൾ. ദേവിയായിട്ട് ഇരിക്കുമ്പോഴും ഒരു മനുഷ്യ സ്ത്രീയായിട്ട് വരുമ്പോൾ എന്തൊക്കെ സംശയങ്ങളും ഭയങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവുമോ അതെല്ലാം ഇവിടെ ദേവി എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അമ്മേ, എനിക്ക് മാത്രം എന്താണ് എങ്ങനെ ഒരു രൂപം, എനിക്ക് എപ്പോഴാണ് ഇതൊക്കെ ശരിയായി വരിക, മറ്റുള്ള സ്ത്രീകളെ പോലെയുള്ള രൂപം എനിക്കെപ്പോഴാണ് വരിക? അപ്പം അമ്മ പറയും, ഒന്നും പേടിക്കേണ്ട മോൾ. അമ്മ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ടാണ് ദേവിയുടെ. അപ്പം അമ്മയും മകളും അങ്ങനെയുള്ള ബന്ധമാണ്.
അമ്മ പറയും, ഒന്നും പേടിക്കേണ്ട മോളെ, ഇതെല്ലാം ശരിയാവും. നിന്റെ ഭർത്താവിനെ കണ്ടുമുട്ടുന്ന ആ നിമിഷം ഇതെല്ലാം അപ്രത്യക്ഷമാവുമെന്ന് അശരീരി വന്നതല്ലേ. അപ്പോൾ ശരി, അങ്ങനെ. അപ്പം ദേവിക്ക് പെട്ടെന്ന് തോന്നി, ശരി ഇവിടെ തന്നെ നിന്നിട്ട് കാര്യമില്ല, എൻ്റെ കാന്തൻ എവിടെയാണെന്നറിയില്ല, ഞാൻ തേടി പോകാൻ പോവാണ്. ഞാൻ വിജയം എന്നുള്ള വ്യാജേന ഞാൻ എല്ലാ സ്ഥലത്തും പോകും. അങ്ങനെയാണ് ആകാശത്തിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവ് തൻ്റെ സൈന്യത്തിന് കൊടുക്കുകയാണ്. അങ്ങനെ സൈന്യം മുഴുവൻ, ആൾക്കാരൊക്കെ നോക്കുമ്പോൾ ഇതാ ആകാശത്തൂടെ ഇങ്ങനെ സൈന്യം പറന്നു പോകുന്നു, അവർക്ക് ദേവലോകത്ത് പോകുന്നു, അവർക്ക് എല്ലാ സ്ഥലത്തും ആക്സസ് കിട്ടുകയാണ്. അത്രയ്ക്കും വീരശൂര പരാക്രമിയായ നല്ല തന്ത്രജ്ഞയായിട്ടുള്ള രാജ്ഞിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവസാനം കൈലാസമാണ്. അഷ്ടദിക്പാലകരിൽ ഒരാൾ ശിവനാണല്ലോ. അപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് കൈലാസത്തിലേക്ക് എത്തുകയാണ്. കുതിരപ്പുറത്ത് ഇങ്ങനെ കയറി ചെല്ലുകയാണ്. അപ്പോൾ നന്ദികേശ്വരനും ബാക്കിയുള്ള ഭൂതഗണം ഇവർക്കൊക്കെ എന്താ, പഞ്ചാക്ഷരം മാത്രമാണ് അവരുടെ ആയുധം. അവർക്ക് ഈ അമ്പുവില്ലൊന്നും പിടിച്ചിട്ട് ശീലമില്ല. അവർക്ക് ആകെ ഉള്ളത് നമശിവായ നമശിവായ ജപിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്രമണത്തിനൊക്കെ വന്നുകൊണ്ടപ്പോൾ നന്ദികേശ്വരൻ പേടിച്ചിട്ട്, ഇതാ ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നുണ്ട് നമ്മുടെ കോട്ടയുടെ പുറത്ത്, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഭഗവാൻ ഒരു പുഞ്ചിരി വരും. കാരണം ഇത്രയും കാലം കാത്തിരിക്കുകയാണ് തൻ്റെ പ്രിയതമയെ കാണാൻ വേണ്ടി. എങ്ങനെയാണ് മനുഷ്യരൂപത്തിൽ വന്നിട്ട് ഉണ്ടാവുക, അതൊന്ന് കാണാനുള്ള ഒരു കൊതി അവിടെ കാണാം. അപ്പം ഭഗവാൻ ഇങ്ങനെ ഒരു വളരെ സന്തോഷിച്ചും കൊണ്ടൊരു ചിരിച്ചു. ആ കാര്യം ഞാൻ നോക്കിക്കോളാം, ഒന്നും ഭയപ്പെടേണ്ട, ഞാൻ നോക്കിക്കോളാം, ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഭഗവാൻ തിരക്ക് പിടിച്ച് വേഗം ഇറങ്ങി വന്നു കാണുകയാണ്. അപ്പോൾ ഒരു മനുഷ്യനായി വന്ന്, ഒരു ദേവൻ എന്നുള്ള ആ ഒരു ലെവലിൽ ഒരു മനുഷ്യനായിട്ട് വന്നിട്ടുള്ള കളികൾ എല്ലാം ലീല, സർവം ലീലയാണ് ഇതിൽ. അപ്പോൾ അതാണ് ശിവലീലകൾ എന്ന് പറയുന്നത്, തിരുവിളയാടൽ എന്ന് പറയുന്നത്. അപ്പോൾ വന്ന് കണ്ടു സന്തോഷത്തോടു കൂടി സൈന്യത്തിനൊക്കെ ഒരു സൈന്യമൊക്കെ വരുത്തിച്ച് ആക്രമിക്കാനൊക്കെ വരുന്ന രീതിയിലൊക്കെ പോയി. പക്ഷേ ദൂരത്ത് നിന്ന് ഇങ്ങനെ ദേവി ഭഗവാനെ ഒരു പ്രഥമ ദർശനത്തിൽ തന്നെ ദേവിയുടെ 3-ാം സ്ഥലം അപ്രത്യക്ഷമായി. ശരീരത്തിൽ എന്തോ മാറ്റം വന്നു. അപ്പൊ തന്നെ ദേവിക്ക് മനസ്സിലായി. ദേവി മനസ്സിൽ, ഭഗവാനെ, എൻ്റെ ഭർത്താവ്, എൻ്റെ കാന്തനിതാ എൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഇദ്ദേഹത്തെയാണ് ഞാൻ ഇത്ര കാലവും ഇരുന്നുകൊണ്ടിരുന്നുള്ള ആ കാത്തിരിപ്പിൻ്റെ അവസാനത്തിൽ ഉണ്ടാകുന്ന ആ സന്തോഷം ദേവിയുടെ മുഖത്ത് കാണുകയാണ്. അപ്പം എല്ലാവരും ദേവി ഇങ്ങനെ, അതുവരെ പരാക്രമശാലിയായിട്ടുള്ള ശൂലമൊക്കെ ധരിച്ചിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ദേവിയുണ്ട്. അടുത്ത നിമിഷം നാണിച്ച് നിലത്ത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ആ ലജ്ജ ഇതുവരെ ആരും കണ്ടിട്ടില്ല ദേവി. ഈ ലജ്ജ എന്നുള്ള ഒരു ഭാവം ദേവിക്ക് ഇല്ല എന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെ ലജ്ജാവിവശയായി നിൽക്കുന്ന ദേവിയെ നോക്കിക്കൊണ്ട് ഭഗവാന് മനസ്സിലായി, ദേവിക്ക് മനസ്സിലായി കാര്യം ഇത് ആരാണെന്ന്. വന്ന് ദേവിയുടെ കണ്ണുകളിലേക്ക് കുറേ സമയം ഭഗവാൻ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ആനന്ദത്തോടു കൂടി, ഒന്നുമില്ല, മൗനാണ് കുറച്ച് സമയത്തേക്ക്, ഒരു സംസാരമില്ല. അപ്പോൾ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണ്ണിൽ നോക്കി സ്നേഹം അനുഭവിച്ച്, ഭഗവാൻ സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ദേവിയോട് പറയും, ഞാൻ വിവാഹം കഴിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ദേവി പറയും, എൻ്റെ അമ്മ കാഞ്ചനമാല എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്, അവരവിടെ കാത്തിരിക്കുന്നുണ്ട്, അങ്ങോട്ട് വരണം, എന്നിട്ട് എന്നെ വിവാഹം കഴിച്ച് കൊണ്ടുപോകാമെന്ന് പറയും. ഇത്രയേ ഉള്ളൂ, അതിലപ്പുറം ഒന്നുമില്ല. എന്നെ ഇഷ്ടമായോ, ഇതാണോ, അത് ഒന്നുമില്ല. എപ്പോഴാ കല്യാണം, അതാണ്, അത്രയേ ഉള്ളൂ. വിവാഹം എപ്പോഴാണ്, ഇതാണ് വിവാഹ നിശ്ചയം. എല്ലാം കഴിഞ്ഞു, കാണലും വിവാഹ നിശ്ചയവും എല്ലാം ഒരു നിമിഷത്തിൽ കഴിഞ്ഞു. എന്നിട്ട് പറയും, ഇന്നേക്ക് 8-ാമത്തെ ദിവസം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്തോളൂ. ദേവി ഇതെല്ലാം കേട്ട് ഒന്നുകൂടെ ഭഗവാനെ നോക്കി, കണ്ടിട്ട് മതിയാവുന്നില്ല. ഭഗവാൻ അത്രയ്ക്കും കോമളരൂപനായി, ഒരു 16 വയസ്സ്, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ശിവഭഗവാൻ വന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രായമുള്ള ആളായിട്ടൊന്നും കാണരുത്. ഇത് വളരെ ചെറുപ്പമായിട്ട് 16 വയസ്സിലൊരു ടീനേജർ, ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ മുടിയൊക്കെ സ്വർണ്ണ നിറത്തിലുള്ള ജടകളാണ്. ആ ജടകളൊക്കെ ഇങ്ങനെ ഒരു സർപ്പത്തും കൊണ്ട് ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ഭംഗിയുള്ള ഒരു അരയിലൊരു ഒടിയാണം ധരിച്ചിട്ടുണ്ട്, അതിൽ നിറയെ മണികളാണ്. അതൊക്കെ വെച്ചിട്ട് ഒരു കണ്ടാൽ തന്നെ കൗതുകം തോന്നുന്ന, സ്നേഹം തോന്നുന്നുള്ള ഒരു രൂപത്തിൽ ഇങ്ങനെ കോമളഗാത്രനായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പൊ ദേവി ഇങ്ങനെ തിരിച്ചു പോകാൻ ഇങ്ങനെ പോയി ഒന്നുകൂടെ നോക്കി ഭഗവാനെ. ദേവി സന്തോഷത്തോടെ
തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോവാണ്. കൊട്ടാരത്തിലെത്തി അവിടെ എത്തി അവിടെ കോട്ടവാതിലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ എല്ലാം രഥത്തിൽ നിന്നൊക്കെ ചാടി ഇറങ്ങി ഓടുകയാണ് ഉള്ളിലേക്ക്. അപ്പം അമ്മ ഉള്ളിലാണ് അന്തഃപുരത്തിൽ, എപ്പോഴും പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ. അപ്പം അമ്മേ അമ്മേ എന്ന് പറഞ്ഞ ഒച്ചത്തിൽ, അന്ന് ഫോണൊന്നുമില്ല, എല്ലാം നമ്മൾ നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഓടി വന്ന് അപ്പം അമ്മ ശബ്ദം കേട്ട് വേഗം റൂമിൽ നിന്ന് പുറത്തിറങ്ങി പടികളുടെ അടുത്തേക്ക്, പ്രവേശനദ്വാരത്തിൻ്റെ പടികളുടെ അടുത്തേക്ക് വന്ന് മകളുടെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി, എന്തോ കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്താ മോളെ ചോദിക്കുകയാണ്. അപ്പം ദേവി പറയും, അമ്മേ ഞാൻ കണ്ടു, എൻ്റെ കാന്തനെ ഞാൻ കണ്ടു. അങ്ങനെ ഞാനും എൻ്റെ രൂപവും മറ്റുള്ള സാധാരണ സ്ത്രീകളുടെ രൂപമായി മാറിയമ്മേ. അദ്ദേഹം 8ാമത്തെ ദിവസം ഇവിടെ വരുന്നുണ്ട്, വിവാഹത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും തുടങ്ങണം. ഇന്ന് വിവാഹമാണ്. അപ്പം നമ്മളെല്ലാം വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന ആളുകളാണ്. അപ്പം കുറച്ച് നിങ്ങളിടയ്ക്ക് കുരവയൊക്കെ ഇട്ടുള്ളൂ. അപ്പം ഇതൊക്കെ വരുന്നുണ്ട്, നല്ല രസമായിട്ടുള്ള വിവാഹമാണിത്. അങ്ങനെ 8ാമത്തെ ദിവസം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും തുടങ്ങി കൊട്ടാരത്തിൽ. അങ്ങനെ ആഹാരത്തിനുള്ളത് എത്രയോ ഇവർ വിചാരിക്കുകയാണ് ഭഗവാന്റെ ഭൂതഗണങ്ങൾ മുഴുവൻ വരും എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ വിചാരിച്ചിട്ട് ഒരുപാട് ഭക്ഷണം എല്ലാം ഒരുക്കും. കാരണം അത്രയ്ക്കും നമ്മളെ രാജഭണ്ഡാരത്തിൽ നിറയെ അതിനുള്ള സ്വത്ത് വകകളുണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ ചിലവാക്കാൻ. അപ്പം അങ്ങനെ ഇഷ്ടം പോലെ ആഹാരവും എല്ലാം ഒരുക്കി വെച്ച് ഘോഷങ്ങളും തോരണ അലങ്കാരങ്ങളും എല്ലാം ആക്കി കൊട്ടാരം മുഴുവനും അലങ്കരിച്ച് ആളുകളെല്ലാം ആനന്ദ നൃത്തത്തിലാറാണ്. കാരണം എല്ലാവരും കാത്തിരിക്കുകയാണ് എപ്പോഴാണ് ഈ തടാതക വിവാഹിതയാവുന്നത് എന്ന് ചിന്തിച്ച്. അങ്ങനെ ആ ദിവസം വന്നെത്തി. അപ്പോൾ ഈ തടാകയെ ഇങ്ങനെ അലങ്കരിക്കുകയാണ്, മഞ്ഞളൊക്കെ തേച്ച് കുളിപ്പിച്ച്. അപ്പോൾ ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയുമാണ് മേക്കപ്പൊക്കെ ചെയ്യുന്നത്, ദേവിയുടെ അലങ്കാരങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പഴച്ചാറ് കൊണ്ടൊക്കെ, അന്നത്തെ ലിപ്സ്റ്റിക് ഒന്നുമില്ല, അന്ന് പഴച്ചാറ് കൊണ്ടാണ് ചുണ്ടുകൾ. ഇതൊക്കെ കുമാരസംഭവത്തിലും പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ചുണ്ടുകളൊക്കെ അലങ്കരിച്ച് അങ്ങനെ ചുവന്ന നിറമൊക്കെ ആക്കിച്ച് പഴച്ചാറ്. ദേവിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷേ പച്ച നിറമാണ്, മരതക വർണ്ണമാണ് ദേവി. നമ്മൾ മീനാക്ഷി സുന്ദരേശ രൂപങ്ങളൊക്കെ നമുക്ക് സെർച്ച് ചെയ്താലൊക്കെ കാണാൻ പറ്റും ചിത്രങ്ങൾ. അപ്പം നമുക്ക് ക്ഷേത്രത്തിലും മീനാക്ഷി ക്ഷേത്രത്തിലും നമ്മൾ ചുമർ ചിത്രങ്ങളെല്ലാം ഈ പച്ച നിറത്തിൽ മരതക വർണ്ണയായിട്ടാണ് ദേവീനെ കാണാം. അങ്ങനെ സുഖസ്വരൂപിണി മധുരവാണി, സുഖസ്വരൂപിണി മധുരവാണി, ശുക്കനാഥ മനോമകിഴും മീനാക്ഷി, ശുക്കനാഥ മനോമകിഴും മീനാക്ഷി, ജഗജനനി ശുകപാണി കല്യാണി, ജഗജനനി ശുകപാണി കല്യാണി. ഇങ്ങനെ ജഗജനനിയായിട്ടുള്ള ആ ദേവി വിവാഹത്തിനൊരുങ്ങാണ്. അപ്പോൾ ഇനിയിപ്പോൾ വരൻ്റെ അവിടേക്ക് പോയി നോക്കാം, നമുക്ക് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്. അദ്ദേഹം ജടാധാരിയായിട്ട് ഇങ്ങനെ സാധാരണ വരുന്നത് അതൊന്നും പോരാ, ആ ലുക്കൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെ രാജാവായിട്ട് വരണം. അപ്പം നമ്മൾ ഓരോരുത്തരെയും പോലെ ഗൃഹസ്ഥനായി വിവാഹം കഴിച്ച് ആ ഒരു ജീവിതം തുടങ്ങാൻ പോവാണ്. അപ്പോൾ വന്ന് ജടയൊക്കെ മറയ്ക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്വർണം കൊണ്ട് രത്നങ്ങളാൽ അലങ്കൃതമായിട്ടുള്ള ഒരു രത്ന കിരീടം തന്നെ സമ്മാനിച്ചു. ദേവന്മാരൊക്കെ എല്ലാവരും ഉണ്ട്, ബ്രഹ്മാവും വിഷ്ണുവും എല്ലാം ഭഗവാന്മാരും, അവരൊക്കെ ദേവന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ജടയൊക്കെ മറച്ച് വെച്ച് കിരീടം കിരീടമൊക്കെ ധരിച്ച് അതിനുള്ളിൽ കൂടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാം സ്വർണ്ണ നിറത്തിലുള്ള ജട അവിടെ ഇവിടെ നിന്നൊക്കെ തൂങ്ങിക്കിടക്കുന്ന, അതും ഒരു അലങ്കാരം ഭഗവാന്. അങ്ങനെയുള്ള ഭഗവാന്റെ പാദങ്ങളിലൊക്കെ സ്വർണ്ണ രത്നവും എല്ലാം ചേർന്നിട്ടുള്ള തളയൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വസ്ത്രങ്ങളൊക്കെ, പട്ടുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു. ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ അത്ഭുതം എന്താ വെച്ചാൽ ഭസ്മൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു ഭഗവാൻ. എന്നിട്ട് ചന്ദനം എടുത്തണിഞ്ഞു.
ചന്ദനമൊക്കെ തേച്ച് കുറച്ചും കൂടി ഒരു ഒരു എന്താ പറയാ, ഒരു ലുക്കൊന്ന് മാറ്റി പിടിച്ചു എന്ന് പറയാം. അപ്പൊ ഭസ്മൊക്കെ മാറ്റി വെച്ചു, രുദ്രാക്ഷങ്ങളൊക്കെ മാറ്റി വെച്ചു. അതിന് പകരം ചന്ദനമൊക്കെ അണിഞ്ഞ് നമ്മുടെ വിഷ്ണു ഭഗവാന്റെ ഒക്കെ പോലെയുള്ള ഒരു അലങ്കാരത്തിലേക്ക് വന്നു. കാരണം എന്താ, മേക്കപ്പ് ചെയ്യാൻ മൂപ്പരുണ്ട് അവിടെ. അപ്പൊ ആ ദിവസം അങ്ങനെ മതിയെന്ന് തീരുമാനിച്ചു. അങ്ങനെ ചന്ദനമൊക്കെ അണിഞ്ഞ് പട്ടുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ശരീരമാകെ സ്വർണ്ണാഭരണങ്ങളും രത്നാഭരണങ്ങളും എല്ലാം അണിഞ്ഞ് ഇട്ടുള്ള ആ ഭഗവാന്റെ 16 വയസ്സുള്ള ആ ഒരു രൂപം എല്ലാവരും മനസ്സിൽ ധ്യാനിക്കും. കർപ്പൂരഗൗരം കരുണാവതാരം നാഗേന്ദ്രഹാരം ഭുജഗേന്ദ്രസാരം സദാ വസന്തം ഹൃദയാരവിന്ദേ ഭവം ഭവാനി സഹിതം നമാമി. അങ്ങനെ ദേവിയോടൊത്തിട്ടുള്ള ആ ഭഗവാൻ അങ്ങനെ വിവാഹം കഴിക്കുന്ന ആ നിമിഷം എത്തുമ്പോൾ അതിന് തൊട്ടു മുമ്പായി കാഞ്ചനമാല ദേവിക്കൊരു വിഷമം മനസ്സിൽ വന്നു. അയ്യോ, എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടാവുമല്ലോ. മക്കളുടെ വിവാഹത്തിന് അമ്മമാർക്കുണ്ടാവും, അച്ഛന്മാരും മരിച്ചുപോയവരാണെങ്കിൽ. അപ്പോൾ അമ്മ ഇങ്ങനെ ദുഃഖിക്കുന്നത് കണ്ടപ്പോൾ നേരെ വരുവാണ് വിഷ്ണു ഭഗവാൻ. ഞാൻ മലയധ്വജൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചെയ്യാം എന്ന് പറഞ്ഞ്, അത് അഴകരുടെ ക്ഷേത്രം അവിടെ തന്നെ ഉണ്ട്, മധുരയുടെ അടുത്തായിട്ട് ഭഗവാനെ. അപ്പോൾ അഴകർ വരികയാണ്. അപ്പോൾ ഭഗവാൻ വന്ന് ദേവിയുടെ ആ കൈ പിടിച്ച് ശിവഭഗവാന്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്ന മനോഹരമായിട്ടുള്ള മീനാക്ഷി സുന്ദരേശ കല്യാണ വിഗ്രഹം ഉണ്ട് അവിടെ തിരുക്കല്യാണ മണ്ഡപത്തിൽ. നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വിഗ്രഹം കണ്ടിട്ടില്ല. ഇവർ 3 പേരും കൂടി ഉള്ള വളരെ അപൂർവമാണ് അല്ലേ? അവർ 3 പേരും കൂടി നിൽക്കുന്ന ഒരു കാഴ്ച. അത്ര ഈ വിഗ്രഹത്തിന്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 1.5 ആളുടെ അത്രയും വലുപ്പമുണ്ട്. അത്രയും വലിയ ഒരു വിഗ്രഹമാണ്. നടുവില് മീനാക്ഷി ഒരു ചെറിയ കുട്ടിയുടെ ഒരു വലിപ്പമേ ഉള്ളൂ. അങ്ങനെയായി നിന്നുകൊണ്ട് വലതു ഭാഗത്ത് ഏട്ടന്റെ കൈ പിടിച്ച്, സഹോദരനാണല്ലോ, പത്മനാഭ സഹോദരിയല്ലേ. അപ്പം ഭഗവാൻ കൈ പിടിച്ച്, ദേവിയുടെ കൈ പിടിച്ച് സന്തോഷത്തോടു കൂടി ശിവഭഗവാന്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്ന ഈ ഒരു ചിത്രം മതി. നമ്മൾ ഓരോ ശൈവന്മാരും വൈഷ്ണവന്മാരാണ്, ഞാൻ ശൈവനാണ്, ഞാൻ വൈഷ്ണവനാണ്, ഇതൊന്നും അവർക്ക് ഇങ്ങനത്തെ യാതൊരു അധപ്പതിച്ച ചിന്തകളും ഇല്ല. ഇവർക്ക് എല്ലാം ഒന്ന്. കൃഷ്ണന്റെ ഹൃദയമാണ് ശിവൻ, ശിവന്റെ ഹൃദയമാണ് കൃഷ്ണൻ. ഇങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പം ഇങ്ങനെ മനസ്സിലാക്കിയാലേ ആ അദ്വൈത ലെവലിലേക്ക് നമ്മൾ ഉയരുള്ളൂ. അപ്പോൾ ഈ നാമങ്ങളും ഭേദചിന്തകളും എല്ലാം മാറ്റിവെക്കേണ്ടതാണെന്ന് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ തിരുക്കല്യാണ മണ്ഡപത്തിൽ ഇങ്ങനെ ഒരു വിഗ്രഹം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ രൂപം ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക. നമ്മൾക്ക് ധ്യാനിക്കാൻ പറ്റുമെങ്കിൽ ഇവർ 3 പേരും കൂടി നിൽക്കുന്ന ആ സുന്ദര മുഹൂർത്തം, മഹാദേവ, ദേവി, അമ്മേ, ഭഗവതി. അങ്ങനെ വിവാഹം കഴിയാണ്. അങ്ങനെ വിവാഹം കഴിഞ്ഞു, ഭക്ഷണത്തിനൊക്കെയുള്ള സമയമായി കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും ഭോജനശാലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് അറിയില്ല ഇവിടെ ഒരു അബദ്ധം എന്താ വരുന്നത് എന്ന് വെച്ചാൽ, കാഞ്ചനമാല ദേവിക്കും തടാതക ദേവിക്കും അറിയില്ല. തടാതക എന്നുള്ള പേരാണ് ദേവി സ്വീകരിച്ചിരിക്കുന്നത് ഈ ജന്മത്തിൽ. അപ്പോൾ തടാതക ദേവിക്കും കാഞ്ചനമാലയ്ക്കും അറിയില്ല ഈ ഭൂതഗണങ്ങൾ ഭക്ഷണം കഴിക്കില്ല എന്ന്. ഭൂതഗണങ്ങൾ ആഹാരം കഴിക്കില്ല, അവരുടെ ആഹാരം പഞ്ചാക്ഷരമാണ്. അപ്പൊ ഇവര് ഇത്രയും ആഹാരമൊക്കെ ഒരുക്കി കാത്തു നിൽക്കുകയാണ്. അപ്പൊ ഈ 6ാമത്തെ ലീലയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ഈ മീനാക്ഷി കല്യാണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതേ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മ വരികയാണ്. ഇന്നലെ നമ്മുടെ വൈഷ്ണവിക്കുട്ടി പാടി ആ ഊഞ്ചാൽ പാട്ട്. അപ്പൊ അതില് പറഞ്ഞു തിരുക്കല്യാണം, അവിടെ ഉള്ള ഒരു പ്രധാന വഴിപാടാണ് തിരുക്കല്യാണം. നമ്മൾ വിവാഹം കഴിയാത്ത കുട്ടികളും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി ഇത് ഈ വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പൂജാരിമാര് ഒരു പുരുഷനും സ്ത്രീയായിട്ടുള്ള ഒരു സങ്കല്പത്തിൽ വന്ന് ഒരു വിവാഹത്തിൽ ചെയ്യുന്ന ആ വാദ്യഘോഷങ്ങളടക്കം മംഗല്യ സൂത്രം ധരിപ്പിക്കുന്ന വരെ എല്ലാം അതിലുണ്ട്. എന്നിട്ട് അതിനുള്ള പ്രസാദങ്ങളെല്ലാം നമുക്ക് തരും. നമ്മളൊക്കെ അവിടെ പോയി ഇരുന്ന് കാണാൻ പറ്റും. ഇത് നല്ല രസമുള്ള ഒരു ചടങ്ങാണ്. അപ്പോൾ പറ്റുമെങ്കിൽ അത് മധുരയിൽ പോകുന്നവർ അതും കൂടി എന്തായാലും ചെയ്യുക. അപ്പം വിവാഹം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ 2 പേരും കൂടി ചേർന്ന് അത് പോയിരുന്ന് കാണുക. അപ്പോൾ അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ വന്നപ്പോൾ പറഞ്ഞതാണ്.
അപ്പോൾ ഈ ഒരു മീനാക്ഷി കല്യാണം അതാണ് ആറാമത്തെ ലീല. അപ്പം ഭഗവാനെയും ദേവീനെ എല്ലാം സ്മരിച്ചുകൊണ്ട് എല്ലാവരോടും പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സിലുള്ള ദുഃഖങ്ങൾ എന്താ വെച്ചാൽ പ്രാർത്ഥിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങി ഇത് പറയുന്ന ഈ ലീല പറയുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് മഹാത്മ്യം പറയുന്നു. ഇനി ഏഴാമത്തെ ലീലയാണ് തടാതക ഗർഭഭംഗം. ഈ തടാതക ഗർഭഭംഗം എന്ന് പറയുന്നത് ഇവിടെയും നമുക്ക് കാണാം ഒരു എങ്ങനെ നിമിത്തമായിട്ട് ഉപയോഗിക്കുന്നു ഭഗവാൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ നമ്മൾ പലതും ചെയ്തു എന്ന് നമ്മൾ പലതും വിചാരിക്കുന്നില്ലേ, അതൊക്കെ നിമിത്തമാണ്. ഇതാണ് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറയുന്നത്, നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഉപകരണം? ഈ ഒരു ഉപകരണം മാത്രമാണ് അർജുന, ഇവരൊക്കെ ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇതേ കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള ഈ കഥയിലൂടെ. നോക്കിക്കോളൂ അതെങ്ങനെയാണ് വരുന്നതെന്ന്. അങ്ങനെ തടാതക ദേവി എല്ലാവരെയും വിളിച്ച് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ഇതിൽ നോക്കുകയാണ്. ഭൂതഗണങ്ങൾ വിവാഹം കഴിഞ്ഞ ഉടനെ എല്ലാവരും പോയി ഒരാൾ ഒഴിച്ച് കുണ്ടോദരൻ എന്ന് പറയുന്ന ആ ഒരു ആ ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വലിപ്പമില്ല, നീളം കുറഞ്ഞിട്ട് കുംഭ ഒരുപാട് വലിയ കുംഭയൊക്കെ ആയിട്ട് ഒരു കുട്ടി എനിക്ക് മനസ്സിൽ വരുന്ന ഒരു ഇത് പറയാൻ പാടുമെന്ന് അറിയില്ല. നമ്മുടെ പണ്ടത്തെ പൂമ്പാറ്റയിലൊക്കെ ഒരു കഥാപാത്രമില്ലേ ലുട്ടാപ്പി എന്നൊക്കെ പറയണേ, അതൊക്കെ പോലെ ഒരു കുംഭ ഒക്കെ ആയി കുറച്ചൊരു കുട്ടിയായിരുന്നു, കുട്ടി ഭൂതാണ്. അപ്പോൾ ഈ ഭൂതം മാത്രമേ അവിടെ ഉള്ളൂ. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പോൾ ചോദിച്ചു, ദേവ ബാക്കിയുള്ളവരൊക്കെ എവിടെ? പറഞ്ഞു ബാക്കിയുള്ളവരൊക്കെ പോയി ദേവി, എല്ലാവരും പോയി, അവരാരും ഭക്ഷണം കഴിക്കില്ല. അപ്പൊ അവരെന്താ കഴിക്കുക? ദേവിക്ക് ഇതൊക്കെ പുതിയതാ അറിവാ. അപ്പൊ അവരൊക്കെ പഞ്ചാക്ഷരാണ് ചെയ്യുക, അവർക്ക് ഭക്ഷണം ആവശ്യമില്ല എന്ന് പറയും. ഓ ശരി. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത് ശിവ ഉപാസന ചെയ്യുന്നവർക്കും ഒരുപാട് ജപമൊക്കെ ചെയ്യുന്ന സമയത്ത് ഭക്ഷണമൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പം ആവശ്യമില്ല, നമ്മുടെ ഭക്ഷണം മന്ത്രത്തിൽ നിന്ന് തന്നെ അത് നമുക്ക് വേണ്ട ശക്തി കിട്ടുന്നതാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഉപാസന ചെയ്ത സമയത്ത് അവിടെ പോയി ചെയ്ത സമയത്ത് ഒരു സങ്കല്പം ഉണ്ടായിരുന്നു, ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം മാത്രമേ കഴിക്കുള്ളൂ എന്ന്. അപ്പോൾ ഈ 41 ദിവസവും എന്ത് ചെയ്തു? ഭഗവാന്റെ ലീല കാണാം. ഭഗവാൻ ഒരാളെ ഒരു ശിവാടിയാറെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നും രാത്രി പള്ളിയറ പൂജ കഴിഞ്ഞ് പോകുമ്പോൾ 2 വലിയ ഉരുള തൈർ സാദമോ അല്ലെങ്കിൽ ലെമൺ സാദം അങ്ങനെ എന്തെങ്കിലും ഒരു പുളിസാദം അങ്ങനെ എന്തെങ്കിലും ഒന്ന് തരിക എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് കാണുകയാണ്. ഇതാണ് നമ്മൾ അവിടെ പോയിട്ട് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. നമുക്കിതൊന്നും വീട്ടിലിരുന്നാൽ കിട്ടില്ല ഇൻ ദ സെൻസ് ദാറ്റ് നമുക്ക് മനസ്സിലാവില്ല എത്രയാ നമ്മളെ കെയർ ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറയുന്നത്, ഭഗവാന് നമ്മൾക്ക് അങ്ങോട്ടുള്ളതിനേക്കാൾ 100 ഇരട്ടി സ്നേഹമുണ്ട്, 100 ഇരട്ടി കെയർ ഉണ്ട്. അതാണ് നമുക്ക് കാണിച്ചു തരും ഇങ്ങനെയൊക്കെ പോയി നിൽക്കുമ്പോൾ. അപ്പൊ എന്താ കഴിക്കുക? ആദ്യത്തെ ദിവസമൊക്കെ നല്ല വിശപ്പുണ്ട്, ജപ്പൊക്കെ കഴിഞ്ഞ് സാധനമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല വിശപ്പുണ്ട്. ആദ്യത്തെ കുറച്ച് സമയം എടുക്കും ട്രാക്കിലായി വരാൻ. അപ്പോൾ കാണാം ഒരു ശിവാടിയാർ വന്ന്, നിങ്ങൾ എന്താ ചെയ്യുന്നത്? വന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഇതാണ്, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ മാത്രം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്താ വരൂ പോയി ഞങ്ങൾക്ക് അതിനുള്ള ഭൈരവസ്വാമിക്ക് ഉള്ളിന്ന് നിവേദിച്ചിട്ടുള്ള പ്രസാദം എടുത്തു കൊണ്ടുവരികയാണ്. അങ്ങനെ 41 ദിവസവും നമുക്ക് അത്ഭുതം തോന്നുകയാണ്. ഏതൊക്കെ തരത്തിലാണ് ശിവാടിയാർ ഇല്ലെങ്കിൽ വേറൊരാളിലൂടെ വരും. അപ്പം ഞാൻ ഇന്ന് ഈ 2 ദിവസം മുമ്പ് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പോകണം. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എല്ലാ ദിവസവും രാത്രി ഇങ്ങനെയാണ്, ശിവകഥകൾ ചൊല്ലുങ്കോ എന്ന് പറഞ്ഞിട്ടാണ് അടിയാറിൻ്റെ അടുത്ത് പോവുക. അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നൽകുന്ന ഭഗവാൻ. അപ്പൊ ഇവിടെ എന്താ ഉണ്ടാവുന്നത്? ദേവി ഇങ്ങനെ അത്ഭുതപ്പെടുകയാണ്, എന്താ ഇപ്പൊ ചെയ്യുക? ഈ ഭക്ഷണം ഇനിയിപ്പോ എന്താ ചെയ്യുക? അപ്പൊ ഭഗവാൻ ഒരു നോട്ടം നോക്കി പറഞ്ഞു, ഇതൊക്കെ ഗർവമല്ലേ? ഇത്രയും ഭക്ഷണം ഒക്കെ ഉണ്ടാക്കിയത് എന്തിനാണ്? അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം എന്താ വെച്ചാൽ, പ്രകൃതിയുടെ സ്രോതസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഓരോരുത്തർക്ക് ഇത്ര എന്നുള്ള കണക്കുണ്ട്. അതിൽ കൂടുതൽ നമ്മൾ എടുക്കാൻ പാടില്ല. അതാണ് നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മളിപ്പോൾ വെള്ളം തന്നെ എടുക്കും, നമ്മൾ കുളിക്കാനൊക്കെ കുളിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആവശ്യമുള്ള മാത്രം ഉപയോഗിക്കുക. അതിൽ കൂടുതൽ എടുക്കുമ്പം നമ്മൾ കണക്ക് ഇവിടെ പറയേണ്ടി വരും വേറെ ഏതെങ്കിലും തരത്തിൽ. ഇതെല്ലാം അങ്ങനെയാണ്, ഭക്ഷണമാണെങ്കിലും എല്ലാം. അപ്പൊ ഭഗവാൻ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം ദേവിക്ക്, ഫസ്റ്റ് ലെസൺ ആണ്. അപ്പൊ അതിനെന്ത് ചെയ്യും? അതിന്
ഒരു വഴി കണ്ടുപിടിക്കും. ഈ കുംഭോദരനെ വിളിച്ചു കൊണ്ടുവരാണ്. അപ്പം അതൊക്കെ ജഠരാഗ്നി ഒന്ന് വർദ്ധിപ്പിച്ചു കൊടുത്തു കുംഭോദരൻ്റെ കുണ്ഠോദരൻ്റെ. ഈ കുണ്ഠോദരൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഭൂതമുണ്ട്, അതാണ് പേര് കൺഫ്യൂസ്ഡ് ആവുന്നത്. അപ്പോൾ കുണ്ഠോദരൻ ഓടി വന്നു. ഭഗവാനെ കുംഭയൊക്കെ പിടിച്ചിട്ടാണ് ഓടി വരുന്നത്. അയ്യോ 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 എനിക്ക് വിശക്കുന്നു 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 എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് എനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ, അതുപോലെ ഓടി വരികയാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അതെന്താ ഇഷ്ടം പോലെ ആഹാരം, അത് മുഴുവൻ ഞാൻ കഴിച്ചു ഭഗവാനെ, ഇനി ഒന്നുമില്ല, മധുരയിൽ ഇനി ഭക്ഷണമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ ദേവി ഇങ്ങനെ, ഇത്രയും ആഹാരം ഉണ്ടാക്കിയതൊക്കെ നീ കഴിച്ചു? കഴിച്ചു. പാത്രങ്ങളും ഞാൻ എടുത്ത് കഴിച്ചു. പാത്രങ്ങളും കഴിച്ചു. പാത്രം. അപ്പൊ ഭഗവാൻ ചോദിക്കും, ഇനിയും ഭൂതഗണത്തിന് വരുത്തണോ? വേണ്ട അയ്യോ, ഒരു ഭൂതത്തിനെ കൊണ്ട് തന്നെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടെന്ന് പറയും ദേവി. അപ്പൊ പറയും, എന്നാ ശരി, നിനക്ക് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു 3 അന്നഗർത്തങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഭക്ഷണം, അന്നം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക, തൈർസാദം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 ഒന്നിൽ ഇങ്ങനെ ഇട്ട് മുഖട്ടിട്ട് ഇങ്ങനെ ആക്കി കഴിച്ച് അടുത്തിലേക്ക്. അപ്പോൾ അതൊന്ന് നോക്കും, മുഖത്തോടൊക്കെ ഭക്ഷണമൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്, അത് ദേഹമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അവർക്കിങ്ങനെ നമ്മളെ പോലെ ഫോർമാലിറ്റി ഒന്നുമില്ല, അവർ നാച്ചുറലാണ്, അവർ എങ്ങനെയാണോ അത് തന്നെ, അല്ലാണ്ട് പുറത്തുകാരെ കാണിക്കുന്ന പരിപാടി, സ്റ്റൈലായിട്ട് ഇരിക്കുന്ന കാണുന്നില്ല, പരിപാടി ഒന്നുമില്ല. എല്ലാം കൂടി എടുത്ത് ഇങ്ങനെ നിറഞ്ഞ് കഴിച്ച് അവസാനം എല്ലാം വയറ് നിറഞ്ഞു. അടുത്ത പ്രശ്നം, ഭഗവാനെ എനിക്ക് ദാഹിക്കുന്നു. ശരി, ഇപ്പൊ എന്താ ചെയ്യാ? നീ അവിടെ വെള്ളമൊക്കെ കുടിച്ചില്ലേ? ആ വെള്ളമൊക്കെ കുടിച്ചു, ഇനി മധുരയിൽ ഒരു വെള്ളവും ഇല്ല ബാക്കി എന്ന് പറയും. അപ്പോഴാണ് വേഗവതി എന്ന് പറഞ്ഞിട്ട് അടുത്ത ലീല വരുന്നത്. വേഗവതി മഹാത്മ്യം. അപ്പൊ വേഗവതി എന്ന് പറഞ്ഞാൽ ശരിക്കും ഗംഗാദേവി തന്നെയാണ് വരുന്നത്. ഗംഗാദേവി അവിടെ വൈകേയായിട്ട് വന്നിട്ട് അടുത്ത ഒരു തീർത്ഥം പോലെ അവിടെ ഉണ്ടാവുകയാണ്. അങ്ങനെ ഈ ഭൂതം എന്താ ചെയ്യുക, 2 കണ്ടും കൂടി മറ കെട്ടി നിർത്തി, ആ 2 കണ്ടും കൂടി വെച്ച് കൈ ഇങ്ങനെ വെച്ച് ആ വെള്ളം മുഴുവൻ ഇങ്ങനെ ആർത്തിയോടെ എടുത്ത് കുടിച്ച് ഇഷ്ടം പോലെ വാരുന്നു. അങ്ങനെ വന്നപ്പോ തിരിച്ചു വരുമ്പോ എന്താ, ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്ന് പാദങ്ങളിൽ നമസ്കരിച്ച്, ഭഗവാനെ സർവരുടെയും ആർത്തി തീർത്തു കൊടുക്കുന്ന ഭഗവാനെ നന്ദി, കോടി നന്ദി എന്ന് പറഞ്ഞ് ഒരു കവിയെ പോലെ പാടാൻ തുടങ്ങുകയാണ്. കവിത്വം വന്നു. ആരാണെന്ന് വയറു നിറച്ചു കൊടുത്തത്? ഭഗവാനല്ലേ. അങ്ങനെ കവിയായിട്ട് നിന്നിട്ടൊരു കീർത്തനം പാടുകയാണ്. അഹമപി തവതാം പാദാംബുജചരണത്വം പാഹി മാം മഹേശാനാം കദംബകാന്തകാന്താര കൽപിതേന്ദ്ര വിമാനകാ ശംഭോ ശംഭോ ശംഭോ. അങ്ങനെ ഭഗവാൻ കുണ്ഠോദരൻ്റെ ആർത്തി, ഭക്ഷണത്തിനോടുള്ള വിശപ്പും ദാഹവും എല്ലാം ശമിപ്പിച്ച് തടാതകയ്ക്ക് തെറ്റു മനസ്സിലാക്കി കൊടുത്തു. പ്രകൃതിയുടെ സ്രോതസ് ഒരിക്കലും ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല എന്നുള്ള തെറ്റ് മനസ്സിലാക്കി കൊടുത്ത് ആ ലീല അവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ആ ദേവി, ഗംഗാദേവി വരുന്നതിന് മുമ്പ് പറയും, ഇവിടെ ഓരോ ദേവിക്ക് കൃത്യമായിട്ടുള്ള നെഗോഷിയേഷൻ ഉണ്ട്. വന്നിട്ട് പറയും, ഭഗവാനെ ഞാൻ വരാം, വിളിച്ചപ്പോൾ പറയാണ് ഞാൻ വരാം, പക്ഷേ ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം. എന്താ വേണ്ടത്? പറഞ്ഞോളൂ. ഇവിടെ എന്നെ കാണുന്നവർക്ക് പോലും, കുളിക്കാൻ കൂടി വേണ്ട, കുളിച്ചാലും എന്നെ ദർശിച്ചാൽ പോലും, ഈ പ്രദേശത്ത് വൈകേയായിട്ട് ഒഴുകുന്ന ദേവിയെ ദർശിച്ചാൽ പോലും സായുജ്യം ലഭിക്കണം എന്ന് ഭഗവാൻ അനുഗ്രഹിക്കണം. ഭഗവാൻ പറഞ്ഞു, ശരി, അനുഗ്രഹിച്ചിരിക്കുന്നു, എൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഇവിടെ വൈകേയെ കണ്ടാൽ, വേഗവതി നദിയെ കണ്ടാൽ തന്നെ സായുജ്യം ലഭിച്ച് മോക്ഷത്തിലേക്ക് പോകും എന്നാണ് ഭഗവാൻ അനുഗ്രഹിച്ചു വിട്ടത്. അപ്പം ഈ ലീല കേൾക്കൂ. ഈ കുണ്ഠോദരൻ്റെ സ്തുതി ഭഗവാൻ ഒരുപാട് ആനന്ദം ഉണ്ടാക്കിയപ്പോൾ ഭഗവാൻ പറഞ്ഞു, കുണ്ഠോദര, നീ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്, അതിന് വരം കൊടുത്തിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ എല്ലാ ഭൂതഗണങ്ങളും പോയാലും നീ എപ്പോഴും എൻ്റെ അടുത്തുണ്ടാവണം എന്ന് പറയാണ് ഭഗവാൻ. അങ്ങനെ പറഞ്ഞൊരു വരം കൊടുത്തു കുണ്ഠോദരന്. കുണ്ഠോദരൻ ആനന്ദത്തോടുകൂടി സ്തുതിച്ച് വീണ്ടും സ്തുതിച്ച് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ആനന്ദത്തിനായി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ തടാതക ഗർഭഭംഗം തീർത്ത ഈ ലീല
അപ്പൊ ഈ കുണ്ഠോദരൻ എന്ന പേര് കേട്ടാൽ തന്നെ, വെറുതെ കേട്ടാൽ തന്നെ ഭഗവാന്റെ പ്രസാദം, അനുഗ്രഹം നിങ്ങളിലേക്ക് ചൊരിയും എന്നുള്ള ഒരു കാര്യം. അതൊരു വളരെ സിമ്പിൾ ടെക്നീക്കാണല്ലോ. ഈ കുണ്ഠോദരന്റെ സ്തോത്രമൊക്കെ അതൊക്കെ മൂലഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ വേണ്ടവർക്ക് വേണമെങ്കിൽ കേട്ട് പഠിക്കാം, അല്ലെങ്കിൽ വായിച്ച് പഠിക്കാം. ഇതൊക്കെ വളരെ നല്ലതാണ്. അത് ചൊല്ലുന്നതും ഈ കഥ സ്മരിക്കുന്നവർക്കും പറയുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകും എന്നും കൂടി പറഞ്ഞ് 8ാമത്തെ ലീല ഇവിടെ കഴിയുന്നു. അപ്പം നമ്മുടെ സമയം ആയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ സപ്താബ്ദി മഹാത്മ്യം എന്നുള്ള ഒരു കഥയും കൂടി പറയാൻ സമയമുണ്ടോ? അല്ല, പറയാല്ലേ? ഇതൊരു വളരെ ഷോർട്ടായിട്ടുള്ളത്. ശരി. ഓക്കെ. സപ്താബ്ദി മഹാത്മ്യം എന്നുള്ള 9ാം ലീല. ഇതൊരു വളരെ ചെറുതാണ്. അപ്പം നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. സപ്താബ്ദി മഹാത്മ്യം എന്ന് പറയുമ്പോൾ നമ്മൾ കാഞ്ചനമാലാദേവിയുടെ കഥയാണ് പ്രാധാന്യത്തോടു കൂടി വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഭഗവാന്റെ ആ ഒരു ശക്തി കൊണ്ട് പഞ്ചഭൂതങ്ങളെയും നിയന്ത്രിക്കാനുള്ള ആ ശക്തി നിമിഷാവതാരമായിട്ട് വന്നിട്ട് ലീലകൾ ആടി നമ്മളെ ആനന്ദചിത്തരാക്കുന്ന ഈ ഒരു ലീല നമുക്ക് നോക്കാം. അപ്പൊ എത്ര സ്നേഹമാണ്, ആശ്രയിക്കുന്നവരോട് എത്ര സ്നേഹമാണെന്ന് കാണിച്ചു തരാണ്. ഇവിടെ പാണ്ഡ്യരാജാവായിട്ടാണ്, രാജാവാണ്. അവിടെ മീനാക്ഷി ദേവിയെ വിവാഹം കഴിച്ചതോടുകൂടി രാജാവാണ് പിന്നെ പാണ്ഡ്യരാജാവ്. അപ്പം നമുക്ക് ഇപ്പോഴും അവിടെ ഒരു ചടങ്ങുണ്ട്. ഒരു ദിവസം, വർഷത്തിൽ ഒരു ദിവസം ഭഗവാൻ അവിടെ സിംഹാസനത്തിൽ ഇരുന്നിട്ട് ഒരു ചടങ്ങ്. ഒരു സിംഹാസനം അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവും ഓരോന്ന്. ഭഗവാനും ദേവിയും ഇരുന്നിട്ട്, ഞങ്ങൾ അവിടെ ഭജന ഇരിക്കുന്ന സമയത്ത് അതുണ്ടായിരുന്നു. ആ ദിവസം എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ അവിടെയുള്ള അതോറിറ്റീസ്, കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ നേതൃത്വ സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകളെല്ലാം വന്ന്, അവർക്കൊക്കെ അവകാശങ്ങളും മറ്റുമുണ്ട്. അവരൊക്കെ വന്ന് ഓരോ നമ്മളിങ്ങനെ ഭഗവാനോ ഒരു പെറ്റീഷൻ കൊടുക്കില്ലേ, ഒരു അപ്ലിക്കേഷൻ, ഒരു ദുഃഖമുണ്ട്, ഒരു പ്രോബ്ലം ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യില്ലേ, അതുപോലെ എല്ലാവരും ഭഗവാന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ നിവേദനം അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ദിവസം നമുക്ക് അവിടെ ഈ ഭജനയൊക്കെ ഇരിക്കുന്ന ആളുകളും അവിടെയുള്ള ആളുകളും എല്ലാവരും വന്ന് അതിന് അതിപ്പം നിങ്ങൾ പോവുകയാണെങ്കിൽ അത് എവിടെയാണ് കാണുക വെച്ചാൽ നമ്മുടെ മെഡിറ്റേഷൻ ഹാൾ എന്ന് എഴുതിയിട്ട് വെച്ചിട്ടുണ്ടാവും. അവിടെ ഒരു വലിയൊരു നടരാജ വിഗ്രഹം വെച്ചിട്ടുണ്ട്. അതിൽ ആ മണ്ഡപത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അവിടെ രാജാവായിട്ട് ആ അന്ന് ഉപയോഗിച്ചിരുന്ന വാളാണ് എന്നൊക്കെയുള്ള സങ്കല്പത്തിൽ ആ വാളും രാജചിഹ്നങ്ങളും എല്ലാം വെച്ച് ഭഗവാനെയും ദേവിയും അവിടെ ഇരുത്തും. എന്നിട്ട് നമ്മൾ ഓരോരുത്തരും പ്രശ്നങ്ങൾ പറയുകയും എല്ലാം, അങ്ങനെയുള്ള ശരിക്കും ഒരു രാജസഭ അവിടെ ഉണ്ടാവുകയാണ്. അതിൻ്റെ എല്ലാം റീക്രിയേഷൻസ്, അന്ന് എന്തൊക്കെ സംഭവിച്ചോ ഈ തിരുക്കല്യാണം, ചിത്ര ഉത്സവത്തിൻ്റെ സമയത്തും ഇതെല്ലാം വീണ്ടും റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അവിടെ. അപ്പം ഇങ്ങനെ രാജാവായിട്ട് ഇരിക്കുന്ന ഈ രാജേശ്വരൻ രാജ്യം ഭരിക്കുമ്പോൾ ഭൂമി സസ്യസമ്പൂർണയായി, നമ്മൾ പറയില്ലേ രാമരാജ്യം എന്നൊക്കെ, എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങൾ, നല്ല നല്ല മഴ കിട്ടുന്നുണ്ട്, കൃഷിയെല്ലാം നല്ല ഫലഭൂയിഷ്ടമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഭൂതങ്ങൾ മനുഷ്യരായി വന്ന് ഈശ്വരനെ സേവിക്കുന്നു. പാണ്ഡ്യരാജേശ്വരൻ സിംഹാസനത്തിലിരുന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാഞ്ചനമാലാദേവിയെ കാണാൻ ഗൗതമ മഹർഷി വരികയാണ്. അപ്പോൾ ഗൗതമ മഹർഷി ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുന്നതാണ്. അപ്പോൾ ദേവിയെ കാണാൻ പോയപ്പോൾ ദേവി ചോദിച്ചു, മഹർഷി അങ്ങ് എല്ലാം അറിയുന്നവരല്ലേ, എനിക്ക് പറഞ്ഞു തരണം ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? 3 തരത്തിലുള്ള ധർമ്മങ്ങളാണ്: മാനസികം, വാചികം, കായികം. ഇങ്ങനെ 3 തരത്തിലുള്ള ധർമ്മങ്ങളാണുള്ളത്. അപ്പം നമുക്കൊക്കെ സാധകന്മാർക്കും ഭക്തന്മാർക്കും എല്ലാം അറിയാൻ വേണ്ടിയാണ് പറയുന്നത്. നമ്മൾ പറയും കർമ്മം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവുന്നു. നമ്മൾ പറയും ഭഗവാൻ പറയും ഗഹന കർമ്മണോ ഗതി. ഈ കർമ്മം എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ഒരു പിടിയുമില്ല അർജുന എന്ന് പറയുന്നുണ്ട്. അതുപോലെ അതെങ്ങനെയാണ്, ഓരോ കർമ്മവും എങ്ങനെ ഉണ്ടാവുന്നു? കാരണം ഇതൊക്കെ തുടങ്ങുന്നത് റൂട്ട് എവിടെയാണെന്ന് വെച്ചാൽ മനസ്സിലാണ് തുടങ്ങുന്നത്. നമ്മൾക്ക് ഒരു ഇഷ്ടം, അനിഷ്ടം, രാഗദ്വേഷങ്ങളുടെ ഒരു വിത്ത് എവിടെയോ കിടക്കുമ്പോഴാണ് നമ്മൾ ഒന്നിനോട് ഇഷ്ടം, ഒന്നിനോട് വേണ്ട. അപ്പൊ ഓരോ രാഗത്തിൻ്റെയും ഇത് മനസ്സിലാക്കുക. ശരിക്കും ഇതൊരു 2-sided കോയിനാണ്. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെയാണ് രാഗവും ദ്വേഷവും. ഫോർ എക്സാമ്പിൾ, ഉദാഹരണം പറയാം. അപ്പം നിങ്ങൾ ഒരു കാര്യത്തിനോട് ഒരിഷ്ടം, എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, എനിക്ക് ഗുരുവായൂരിൽ പോകണം എന്ന്.
ഇന്ന് എന്തായാലും എനിക്ക് പോയേ തീരും. ഞാനിപ്പോൾ നമ്മളെ പോലെയുള്ള ആളുകളെ ആഗ്രഹങ്ങൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾക്കൊരു വീട് വെക്കണം, അങ്ങനെ എന്ത് വേണേ ആഗ്രഹമാവും. നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത് വെച്ചാൽ അതുപോലെ കാണുക. ഒരാഗ്രഹം വന്നു, ഒരാഗ്രഹം ഉദിക്കുന്നതിൻ്റെ അതേ നിമിഷം തന്നെ അതിൻ്റെ പിന്നിൽ ഒരു ഷാഡോ പോലെ, ഒരു നിഴല് പോലെ, ഈ കാര്യം ഇതുപോലെ നടന്നില്ലെങ്കിൽ എനിക്ക് ദേഷ്യം, എനിക്ക് വിഷമം, ഇച്ഛാഭംഗം. അപ്പോൾ ഒരാഗ്രഹവും അതിൻ്റെ കൂടെ ഒരു രാഗം, അതിൻ്റെ കൂടെ തന്നെ ദ്വേഷം. ഇങ്ങനെയാണ് ഈ ജഗത്തിലെ സകല കർമ്മങ്ങളും ഉണ്ടാവുന്നത്. അപ്പോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു ഇഷ്ടത്തിനോട് അപ്പുറത്ത് ഒരു ദ്വേഷം, രാഗത്തിനോട് ഒരു ദ്വേഷം ഉണ്ടാവും. അപ്പം ഇങ്ങനെ കുറേ രാഗദ്വേഷങ്ങളുടെ വിത്തുകളാണ് നമ്മൾ ഈ കാണുന്ന ജഗത്ത് ആയിട്ട് കാണുന്നത്. അപ്പം ഇതാണ്, അപ്പം എന്താണ് ഇത് പറഞ്ഞു വരുന്നത്? മാനസിക ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ആദ്യത്തെ പടി എന്താ വെച്ചാൽ മാനസിക ധർമ്മം നമ്മുടെ ഒരു ലക്ഷ്യം ഉറപ്പിക്കുകയാണ്. നമ്മൾ ഇത് ഞാൻ പറയുന്നത് ഈ നമ്മളെപ്പോലുള്ള ഗൃഹസ്ഥന്മാർക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്നാണ്. അപ്പോൾ ബാക്കിയുള്ള ബ്രോഡ് ലെവലിലൊന്നും അല്ല പറയുന്നത്. ലക്ഷ്യം ഉറപ്പിക്കുക. വാട്ട് ഡു യു റിയലി വാണ്ട്? എന്താണ് നിങ്ങൾക്ക് ശരിക്കും വേണ്ടത് എന്നുള്ളത് നമ്മൾ ചോദിക്കുകയാണ്. ശരിക്കുള്ള ഉത്തരം ഉണ്ടോ? ശരിക്കും അറിയോ? ഉറപ്പുണ്ടോ എന്താ വേണ്ടത്? നമ്മൾ പലരും പറയും എനിക്ക് വേണം, അത് ഭഗവാനെ മോക്ഷം വേണം, അങ്ങനെയൊക്കെ പറയും. ഭഗവാനെ വേണം, എനിക്ക് ഭഗവാനെ മാത്രം മതി, എനിക്ക് ഭഗവാനെ വേണം 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 100 പ്രാവശ്യം ചോദിച്ചാലും നമുക്ക് ഒരു സംശയവും ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റണം. അവിടെയാണ് നമ്മുടെ യാത്രയുടെ തുടക്കം എന്ന് പറയുന്നത്. അപ്പം ലക്ഷ്യം ഉറപ്പിക്കണം. അത് ഓരോരുത്തരും എൻ്റെ ലക്ഷ്യം ഇതാണെന്ന് ഉറപ്പിച്ച് ബാക്കിയെല്ലാം നടന്നോളൂ. ആരും പറയുന്നില്ല നമുക്ക് കുടുംബം വേണ്ട, കാര്യങ്ങൾ ചെയ്യേണ്ട, ഒന്നും പറഞ്ഞില്ല. എല്ലാം നടന്നുകൊണ്ടിരിക്കും. കാരണം ഇതാരും ചെയ്യുന്നത് നമ്മളൊന്നുമല്ല. കർത്തൃത്വം എന്ന് പറയുന്നത് ഭഗവാന് കൊടുക്കുക. എല്ലാം ഇവിടെ ഇപ്പോൾ പറഞ്ഞു ഉപകരണമാവുക. എന്തിനാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് വെച്ചാൽ ഈ കർത്തൃത്വ ഭാവം നമ്മളിൽ നിന്ന് വിട്ടുപോകണം. അപ്പം എന്തായി മനസ്സിന് നല്ല ശാന്തി വരും. അപ്പം ലക്ഷ്യം ഉറപ്പിക്കുന്നു. ഈ ലക്ഷ്യം ഉറപ്പിക്കുന്നതോടുകൂടിയാണ് മാനസിക ധർമ്മം നമ്മളുടെ കറക്റ്റായി വരുന്നത്. അപ്പോൾ ഈ നമ്മൾ പറയില്ലേ എല്ലാവരും ഒരുപോലെ കാണണം, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള പോലെ, നിങ്ങൾ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്ന പോലെ നിങ്ങളും ട്രീറ്റ് ചെയ്യുക. അങ്ങനെ പല പല നിയമങ്ങളും നമ്മൾ സമൂഹത്തിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് എന്താ പറയുക, നിങ്ങൾ കാരുണ്യം എന്ന് പറയുന്ന ആ ഭാവന വളർത്തി വരണം, ചാരിറ്റി, ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന സാധനങ്ങൾ. ഇതൊക്കെ തുടങ്ങുന്നത് മാനസിക ലെവലിലാണ്. മനസ്സുകൊണ്ട് നമ്മൾ ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ ലക്ഷ്യം ഭഗവാനെ കിട്ടുക എന്നുള്ളതാണ്. ഭഗവാൻ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴൊക്കെ എനിക്ക് ഭഗവാനെ വേണം നമ്മൾ ഉറപ്പിച്ച് മുന്നോട്ട് പോവുക. ഇതാണ് മാനസികമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത്. ഇനി അവിടെ അത് ഉറച്ചു കഴിഞ്ഞാൽ ബാക്കി രണ്ടും താനേ വന്നോളും. ഈ ലക്ഷ്യം ഉറച്ചു കഴിയുമ്പോൾ അതിലേക്കുള്ള മാർഗമാണ് ധർമ്മം. കായിക ധർമ്മമായിട്ട് വരുന്നതും പിന്നെ എന്താ മൂന്ന് ധർമ്മങ്ങളാണ്: മാനസികം, വാചികം. നമ്മൾ എന്തു പറയുന്നു, പലപ്പോഴും പല തരത്തിലുള്ള ഉയർച്ചയും വന്നിട്ടുള്ള സാധകന്മാർക്കും നമുക്ക് കാണാൻ പറ്റും. ചില സമയത്ത് അവർ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ അക്ഷരം തെറ്റിപ്പോവും, ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്ന തരത്തിൽ സംസാരിച്ചു പോകും. എന്താ കാരണം? ഈ മാനസിക ലെവലിൽ ഉണ്ടാകുന്ന ആ ഒരു പൊരുത്തക്കേട്, ആ മാനസിക ലെവലിൽ ഉണ്ടാകുന്ന ലക്ഷ്യമുറപ്പിക്കൽ, ആ ലക്ഷ്യമുറപ്പിക്കൽ ശരിക്കും ഉറക്കാത്തത് കൊണ്ടാണ് അത് വരുന്നത്. ലക്ഷ്യം ഭഗവാനാണ് ഇത് മുഴുവനും, എനിക്ക് ഭഗവാനെ മാത്രം കിട്ടണം. അപ്പോൾ ബാക്കിയുള്ളതിലുള്ള ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സ് വികസിക്കും. മനസ്സിൻ്റെ വികാസമാണത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാണാം, ശരിയാണല്ലോ, കുറേ മാറ്റങ്ങൾ വന്നല്ലോ നമുക്ക് കാണാം. അപ്പോൾ എവിടെയാണ് കറക്ഷൻ ചെയ്യേണ്ടത്? മാനസിക ലെവലിൽ ആണ്, മാനസിക ധർമ്മത്തെയാണ്. അപ്പോൾ ഗൗതമ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് കാഞ്ചനമാലയ്ക്ക്, ഇതെല്ലാം മാനസിക ധർമ്മത്തിൽ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ലക്ഷ്യം ഉറപ്പിച്ച് നമ്മൾ ധർമ്മത്തിൻ്റെ നേരെ പോകുന്ന സമയത്ത് നമ്മുടെ വാചികവും നമ്മുടെ കായികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ, ഓരോ സ്ഥലത്തും ഭഗവാൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഏത് വേഷത്തിലാണ് ഈ കളിക്കുന്നതെന്ന് ലീലകൾ കാണാനും, നമ്മൾ തീർത്ഥാടനത്തിന് പോകും, നമ്മൾ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, എല്ലാ സ്ഥലത്തും ഒന്നും വേണ്ട, ഒരു ബീച്ചിൽ പോയിരിക്കും, സമുദ്രത്തിനെ കാണുമ്പോഴും ഭഗവാനെ ഈ ഒരു രൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്നത് കാണാൻ എന്തൊരു രസമാണ്, അങ്ങനെ ആസ്വദിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ മാനസിക ലെവലിലുള്ള ധർമ്മം ശരിയാക്കി കഴിഞ്ഞാൽ വാചികവും കായികവുമായിട്ടുള്ള ധർമ്മം എല്ലാം ശരിയാവും. ഇങ്ങനെ ധർമ്മത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. പിന്നെ ചോദിക്കുകയാണ്, തീർത്ഥയാത്ര എന്ന് പറയുന്നത് വളരെ മുഖ്യമാണ് ഈ ധർമ്മത്തിൻ്റെ ഒരു പ്രാക്ടീസിങ്ങിൽ.
അപ്പോൾ പരിശീലനത്തിൽ ധർമ്മത്തിൻ്റെ പരിശീലനം ചെയ്യുന്ന സമയത്ത് തീർത്ഥയാത്ര വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കും. പിന്നെ പറയും സമുദ്ര സ്നാനം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയും. ഈ സമുദ്ര സ്നാനം ചെയ്യണമെങ്കിൽ ഇവിടെ സമുദ്രമില്ല. അപ്പോൾ കാഞ്ചനമാല ദേവിക്ക് ഒരു ആഗ്രഹം വരും, അയ്യോ എനിക്കിന്ന് സമുദ്ര സ്നാനം ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട് എന്ന് പറയും. അപ്പോൾ ആ മകള് ആ ദുഃഖം മനസ്സിലാക്കി ഭർത്താവിനോട് പോയി പറയുകയാണ്. മീനാക്ഷി ദേവി പോയി പറയും, തടാകക പോയി പറയും ഭഗവാന്റെ അടുത്ത്, കാന്ത ഇങ്ങനെ അമ്മയ്ക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അമ്മയൊക്കെ നോക്കുന്ന രീതി കാണുന്നു നോക്കൂ. അമ്മയ്ക്ക് ഒരു സമുദ്രത്തിലാണോ കുളിക്കേണ്ടത്, സ്നാനം ചെയ്യേണ്ടത്? 7 സമുദ്രത്തിന് ഞാൻ എത്തിച്ചു കൊടുക്കാലോ, എന്തിനാ ദുഃഖിക്കുന്നത്? നോക്കൂ, എന്തൊരു നല്ല പുത്രനാണ്, മരുമകനാണ്. അപ്പോൾ പറയും അങ്ങനെ 7 സമുദ്രങ്ങളെയും സ്മരിച്ച് കൊണ്ട് അവിടെ ഒരു തടാകത്തിലേക്ക് എത്തിക്കുകയാണ്. ആ തടാകത്തിലേക്ക് ആവാഹിച്ച് കൊണ്ടുവന്ന സമയത്ത് ജലത്തിലുണ്ട് സമുദ്രജീവികളൊക്കെ പൊങ്ങി വരുന്നത്. അതിൻ്റെ ലക്ഷണം കാണിച്ചു കൊടുക്കുകയാണ്. സമുദ്രജീവികളൊക്കെ പൊങ്ങി വരുന്നത് കണ്ടു. അങ്ങനെ സപ്താബ്ദി എന്ന പേരുണ്ടായി. അപ്പോൾ സപ്താബ്ദിയിൽ ഇന്ദ്രനും ദേവാദികളും എല്ലാം വസിക്കുന്നു. ഈ തീർത്ഥ വാരിയിൽ മജ്ജനം ചെയ്താൽ സകല ദുരിതങ്ങളും തീർന്ന് സർവാഭീഷ്ട സിദ്ധി കൈവരുന്നതാണ് എന്ന് 9ാമത്തെ ലീല. അപ്പം അതിൽ മലയധ്വജനെ വിളിച്ചു കൊണ്ടുവന്ന് സമുദ്രത്തിൽ സ്നാനം ചെയ്യിക്കുന്നതാണ് 10ാമത്തെ ലീല. മലയധ്വജൻ എന്ന് പറഞ്ഞാൽ സ്വർഗാരോഹണം ചെയ്ത ആളാണ്. ഭഗവാൻ എന്ത് ചെയ്തു, ഭർത്താവിൻ്റെ കൂടെയേ സമുദ്ര സ്നാനം ഒരു സ്ത്രീക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള, അല്ലെങ്കിൽ പുത്രൻ്റെ കൂടെ, ഇങ്ങനെ ഒരു നിയമം കൂടി ഗൗതമ മഹർഷി പറഞ്ഞു കൊടുത്തപ്പോൾ മലയധ്വജനെ സ്വർഗത്തിൽ നിന്ന് വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് ഈ സമുദ്ര സ്നാനം കാഞ്ചനമാലാദേവിയോടുകൂടി ചെയ്യിച്ച് രണ്ടുപേരെയും ഒരുമിച്ച് സ്വർഗാരോഹണം മോക്ഷപദത്തിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത് ഭഗവാൻ. അങ്ങനെ കാരുണ്യമൂർത്തിയായ സുന്ദരേശ ഭഗവാന്റെ ഈ ലീല 10ാമത്തെ ലീലയാണ്. ഇത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ദുഃഖനിവാരണവും മോക്ഷപ്രാപ്തിയും ലഭിക്കുമെന്ന് മഹാത്മ്യത്തിൻ്റെ പ്രതിജ്ഞയാണ്. അപ്പോൾ ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഭഗവാനെ ഉറക്കുന്ന ആ ഒരു ഗാനത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കാം. എല്ലാവരും മനസ്സിൽ കാണുക ഭഗവാനെ ദേവിയെയും ആ പള്ളിയറയിൽ വെള്ളി കൊണ്ടുള്ള രജത മാത്താൽ നിർമ്മിതമായിട്ടുള്ള ആ ആട്ടുകെട്ടിൽ ഭഗവാനും ദേവിയെയും കിടത്തി നമ്മളിങ്ങനെ ആട്ടി ഉറക്കുകയാണ് എന്നുള്ള ഒരു സങ്കല്പത്തോട് നിറയെ പുഷ്പങ്ങളൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ധൂപാദികളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അവർക്ക് സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടി ഈ പരമാത്മാവിലേക്കുള്ള ജീവാത്മാവിൻ്റെ ആ ഒരു ലയനം, അതാണ് സ്വരൂപാവസ്ഥയിലിരിക്കുന്ന ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഇത് കേൾക്കുക. ഇതെല്ലാവരും മനസ്സിൽ പ്രാർത്ഥിക്കുക. ഭൂലോക കൈലാസ ഭൂലോക കൈലാസ പുണ്യമായി മാം മധുരാപുരി പുണ്യമായി മാം മധുരാപുരി ഹാലാശി സുന്ദരേശ ഹാലാസ്യേ സുന്ദരേശ സദാനന്ദമേ കൺവളരാ സദാനന്ദമേ കൺവളരാ നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ നരകത്തിൽ നിന്നും കരകേറ്റിയിടണേ തിരുവൈക്കം വാഴും ശിവശംഭോ. നമഃ ശിവായ.